കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നുള്ളതായിരുന്നു. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ടേംസ്, ഇവയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഏറ്റവും അവസാനം കോൺസെപ്റ്റ്സ് ഇൻ അക്കൗണ്ടിങ്, അത് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്തത്. അക്കൗണ്ടിങ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ കുറെ അസംഷൻസും കുറെ കോൺസെപ്റ്റുകളും കുറെ പ്രിൻസിപ്പിൾസും ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഈ കോൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണോ? സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്. പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. കൺവെൻഷൻസ് എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സോ കോൺസെപ്റ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായും ഇത്രയും തരത്തിലുള്ള കോൺസെപ്റ്റ്സ് ആണ് ഉള്ളത്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, മണി മെഷർമെന്റ് കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ, ഈ നാലെണ്ണം. ഓക്കെ ആണ്. ബേസിക് അസംഷൻസ് എന്നും പറയാം. വേറെയാണ് കോസ്റ്റ് കോൺസെപ്റ്റ് ഉണ്ട്, ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്, ഡ്യുവാലിറ്റി ഉണ്ട്, റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റ്, മാച്ചിങ് കോൺസെപ്റ്റ്, ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്, കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്, കൺസർവേറ്റിസം കോൺസെപ്റ്റ് അല്ലെങ്കിൽ കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ എന്നും പറയാറുണ്ട്, മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് ആൻഡ് ഒബ്ജക്ടിവിറ്റി കോൺസെപ്റ്റ്. ഓക്കെ ആണോ? അപ്പൊ വൺ ബൈ വൺ ആയി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ്. ഓക്കെ അല്ലേ? ഈ കോൺസെപ്റ്റ് എന്താണെന്ന് ആദ്യം പറയാം. അതായത് ബിസിനസ് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. എൻറ്റിറ്റി എന്താണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു ആ ടേംസിൽ. സംതിങ് വിച്ച് എക്സിസ്റ്റ്, വിച്ച് ഹാസ് എൻ എക്സിസ്റ്റൻസ് ഉള്ള ഒരു സംഭവം, അതിനെ എൻറ്റിറ്റി എന്ന് വിളിക്കുന്നത്. ബിസിനസ് ഒരു എൻറ്റിറ്റി ആണെന്നാ. എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് ഓണർ. ഓണർ വേറെ, ബിസിനസ് വേറെ. അപ്പൊ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ ഓണറിനെ ബിസിനസിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും കാണുന്നത്. ഓണർ വേറെ, ബിസിനസ് വേറെ എന്ന രീതിയിലായിരിക്കും കാണുന്നത്. അതായത് ഓണർ ബിസിനസ്സിലേക്ക് ഒരു ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ബിസിനസ്സിന് ഓണർ കടം കൊടുത്തതുപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യും. അപ്പൊ തിരികെ കൊടുക്കേണ്ടുന്ന ഒരു പൈസയാണ് ഓണർ ബിസിനസ്സിലേക്ക് ഇട്ട പൈസ എന്ന രീതിയിലായിരിക്കും അക്കൗണ്ടിങ്ങിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ക്യാപിറ്റലിനെ നമ്മൾ കൈൻഡ് ഓഫ് ആൻ ഒബ്ലിഗേഷൻ ടു പേ ബാക്ക് എന്ന് പറഞ്ഞത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണർ കൊണ്ടുവരുന്ന പൈസ, അത് ബിസിനസ് തിരികെ കൊടുക്കാൻ ഒബ്ലിഗേറ്റഡ് ആണ് എന്ന രീതിയിൽ അക്കൗണ്ടിങ്ങിൽ ട്രീറ്റ് ചെയ്യുന്നത്. റിയൽ ലൈഫിൽ എങ്ങനെയും ട്രീറ്റ് ചെയ്തോട്ടെ, റിയൽ ലൈഫിൽ ഓണർ തന്നെ ആയിരിക്കും ബിസിനസ്. ഓക്കെ ആണോ? അത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ ഓണർ വേറെ, ബിസിനസ് വേറെ എന്ന രീതിയിലായിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. സോ അതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ബിസിനസ് ഹാസ് എ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ്. ഓക്കെ, ബിസിനസ് ഹാസ് എൻ എക്സിസ്റ്റൻസ് വിച്ച് ഇസ് സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് ഓണർ. ക്ലിയർ ആണോ? സോ ദാറ്റ് ഈസ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഇനി എന്താണെന്നുള്ളത് നമുക്ക് വായിക്കാം. ദ കോൺസെപ്റ്റ് ഓഫ് ബിസിനസ് എൻറ്റിറ്റി assumes, ഇതൊരു അസംഷൻ ആണ്. വി ആർ അസ്യൂമിങ് ദാറ്റ് ബിസിനസ് ഹാസ് എ ഡിസ്റ്റിങ്ക്ട് ആൻഡ് സെപ്പറേറ്റ് എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് ഓണർ. ഓണേഴ്സിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആണ് ബിസിനസ് എന്ന് ഇവിടെ അസ്യൂം ചെയ്യുന്നു. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് അസംഷൻ ആണ്. ഈ അസംഷന്റെ പുറത്താണ് നമ്മൾ അക്കൗണ്ടിങ് റെക്കോർഡ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇറ്റ് മീൻസ് ദാറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് അക്കൗണ്ടിങ്, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഫോർ ദ പർപ്പസ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ് ചെയ്യുന്നതിന് വേണ്ടി, അതായത് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി, ക്ലാസിഫൈ ചെയ്യുന്നതിന് വേണ്ടി, സമ്മറൈസ് ചെയ്യുന്നതിന് വേണ്ടി, ദ ബിസിനസ് ആൻഡ് ഇറ്റ്സ് ഓണേഴ്സ് ആർ ടു ബി ട്രീറ്റഡ് ആസ് ടു സെപ്പറേറ്റ് എൻറ്റിറ്റി. രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് അക്കൗണ്ടിങ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ബിസിനസിനെയും ഓണറിനെയും കാണുന്നത്. രണ്ടുപേരും ഒന്നല്ല, സെപ്പറേറ്റ് ആണ് ഫോർ അക്കൗണ്ടിങ് പർപ്പസ്. ക്ലിയർ ആണോ? സോ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഒരു ബേസിക് അക്കൗണ്ടിങ് assumption ആണ്. അതുകൊണ്ടാണ് when a person brings in some money as capital into business, in accounting record it is treated as liability of business to the owner. അതുകൊണ്ടാണ് ക്യാപിറ്റൽ ഓണർ കൊണ്ടുവരുമ്പോൾ, ഓണർ കൊണ്ടുവരുന്ന പൈസയായിട്ട് കൂടി ആ ക്യാപിറ്റൽ ബിസിനസിന്റെ ലൈബിലിറ്റി പോലെ ട്രീറ്റ് ചെയ്ത് ലൈബിലിറ്റി സൈഡിൽ, ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിൽ കാണിക്കും. ഓക്കെ ആണോ? Yes. Here, one separate entity, owner, is assumed to be giving money to another distinct entity, business unit. സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടുള്ള ഓണർ മറ്റൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടുള്ള ബിസിനസ്സിന് പൈസ കൊടുക്കുന്നു എന്ന രീതിയിലാണ് അക്കൗണ്ടിങ്ങിൽ ഇതിനെ കാണുന്നത്. അതുപോലെ തന്നെ ഓണർ ബിസിനസ്സിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്തുകൊണ്ട് പോകുമ്പോൾ പേഴ്സണൽ എക്സ്പെൻസിനാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ അതിനെ ഡ്രോയിങ്സ് എന്ന് വിളിക്കുന്നതും ഈ സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് കാരണമാണ്. ഓക്കെ ആണോ? രണ്ടുപേരെ രണ്ടായി കാണുന്നത് കൊണ്ടാണ്. ക്ലിയർ ആണോ? സോ അതാണ് ഒന്നാമത്തെ കോൺസെപ്റ്റ്, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. അതൊരു ബേസിക് അക്കൗണ്ടിങ് അസംഷനുമാണ്.
ഇതിന്റെ പുറത്താണ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മനസ്സിലായോ? ഡൗട്ട് ഇല്ലല്ലോ ഇതിനകത്ത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ കോൺസെപ്റ്റിലോട്ട് പോകാം. രണ്ടാമത്തേതാണ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. ആ ഒരു പേര് പറയുന്നത് പോലെ തന്നെ അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന ഐറ്റംസ് എല്ലാം മോണിറ്ററി വാല്യൂവിൽ നമുക്ക് പറയാൻ കഴിയുന്നതേ ആയിരിക്കണം. ക്ലിയർ ആണോ? അതായത് ട്രാൻസാക്ഷൻസ് വിച്ച് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി, അത് മാത്രമേ നമുക്ക് അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ എഴുതാനായി പറ്റൂ. വേറൊന്നും നമ്മൾ അതിനകത്ത് എഴുതത്തില്ല. ക്ലിയർ ആണോ? ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു മാനേജർ ഉണ്ട്. അയാൾ നല്ല ഓണസ്റ്റ് ആയിട്ടുള്ള മാനേജറാ, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള മാനേജറാ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു മാനേജർ നമ്മുടെ അസറ്റ് നമ്മുടെ സ്വത്താന്ന് നമുക്ക് വേണേൽ പറയാം. പക്ഷെ അയാളുടെ ഓണസ്റ്റിക്ക് വിലയിടാൻ സാധിക്കുമോ? അതിനെ മോണിറ്ററി വാല്യൂവിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുമോ? സാധിക്കത്തില്ല, അല്ലെ? സോ സാധിക്കാത്തത് കൊണ്ട് നമ്മളുടെ ഒരു അസറ്റ് ആണെങ്കിൽ കൂടി നമുക്ക് അസറ്റ് എന്ന പേരിൽ അതിനെ കാണിക്കാൻ പറ്റില്ല. കാരണം മണിയിൽ മെഷർ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട്. Okay ആണോ? So items or transactions which can be expressed in terms of money are only included in accounting records. All other items are excluded. Clear ആണോ? അതാണ് the concept of money measurement. So the concept of money measurement state that, ഇതാണ് important point, only those transactions and happenings in an organization which can be expressed in terms of money, such as sale of goods, payment of expenses, receipt of income, etc., are to be recorded in the books of account. പൈസയിൽ in terms of മണിയിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നവയെ മാത്രമേ നമുക്ക് അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ കാണിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? ബാക്കി ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. സോ വിച്ച് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്, അതായത് അപ്പോയിന്റ്മെന്റ് ഓഫ് എ മാനേജർ, അതൊരു ഇൻവെന്റ് ആണ്, ബട്ട് ഇറ്റ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. അല്ലെങ്കിൽ കേപ്പബിലിറ്റി ഓഫ് ഇറ്റ്സ് ഹ്യൂമൻ റിസോഴ്സ്, നമ്മുടെ മാനേജറുടെ സത്യസന്ധത അല്ലെങ്കിൽ അയാളുടെ ക്രിയേറ്റിവിറ്റി, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് അസറ്റ് ആണെങ്കിലും ഇറ്റ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി, സോ ഇറ്റ് കനോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ അക്കൗണ്ടിങ് റെക്കോർഡ്സ്. ക്ലിയർ ആണോ? So that is the concept of money measurement. Only those transactions or events which can be expressed in terms of money can be included in accounting records. All other transactions which cannot be expressed in terms of money will be excluded. Clear alle? അതാണ് രണ്ടാമത്തെ കോൺസെപ്റ്റ്, മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് അല്ലെങ്കിൽ അസംഷൻ ആണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് അടുത്തെങ്ങും പൂട്ടിക്കെട്ടില്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ക്ലിയർ ആണോ? ബിസിനസ് അടുത്തെങ്ങും പൂട്ടിക്കെട്ടില്ല, അതായത് ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമിലേക്ക് ബിസിനസ് വിൽ കണ്ടിന്യൂ ടു ഓപ്പറേറ്റ്. അതാണ് ഇവിടുത്തെ അസംഷൻ. ക്ലിയർ അല്ലേ? ബിസിനസ് അല്ല, ഏതൊരു കാര്യമാണെങ്കിലും എപ്പോൾ അവസാനിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതം പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല വ്യക്തമായിട്ട് എപ്പോഴാണ് ഇത് അവസാനിക്കുന്നത്. അൺസർട്ടനിറ്റി ലൈഫിന്റെ ഒരു പാർട്ടാണ്. ബിസിനസ്സിലും അൺസർട്ടനിറ്റി ഉണ്ട്. ഇന്ന് ഓപ്പറേഷൻ നല്ലതുപോലെ നടത്തുന്ന ഒരു ബിസിനസ് നാളെ ഇല്ല, അല്ലെ? പക്ഷെ നമുക്ക് ഈ ഒരു എന്താ പറയുന്ന രീതിയിൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്തേ പറ്റൂ ബിസിനസ് ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമിലേക്ക് കണ്ടിന്യൂ ചെയ്തിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കണ്ടായിരുന്നു അക്കൗണ്ടിങ് റെക്കോർഡ്സ് നമ്മൾ എന്ത് ചെയ്യും, ബ്രോഡ് ഡൗൺ ചെയ്യും, അല്ലെ? ബ്രോഡ് ഡൗൺ ചെയ്യും. ഈ വർഷത്തെ അടുത്ത വർഷത്തേക്ക് നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യും. എന്താ ബ്രോഡ് ഡൗൺ ചെയ്യുന്നതിന്റെ റീസൺ? കാരണം അടുത്ത വർഷവും ബിസിനസ് ഉണ്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നോണ്ടാണ്. നമുക്ക് അറിയത്തില്ല അടുത്ത വർഷമാണ്, അതുകൊണ്ട് ബ്രോഡ് ഡൗൺ ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കാൻ പറ്റൂ? ഇല്ല. അങ്ങനെ തീരുമാനിച്ചാൽ അക്കൗണ്ടിങ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. So for the purpose of maintaining accounting records, we assume that business will carry out its operation indefinitely. Clear ആണോ? ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമിലേക്ക് അതെന്തായാലും പ്രവർത്തിക്കുമെന്നും അത് പ്രവർത്തനം അവസാനിപ്പിക്കില്ല എന്നും നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടിങ് റെക്കോർഡ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അതാണ് ഒരു ബേസിക് അസംഷൻ ആയിട്ടുള്ള ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ഓർ ദ അസംഷൻ ഓഫ് ഗോയിങ് കൺസേൺ എന്ന് പറയുന്നത്. സോ ദ കോൺസെപ്റ്റ് ഓഫ് ഗോയിങ് കൺസേൺ assume that a business firm would continue to carry out its operation indefinitely. Clear alle? And artham endha? For a fairly long period of time and would not be liquidated in the foreseeable future. അതായത് അടുത്തെങ്ങും ബിസിനസ് അതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കില്ല അല്ലെങ്കിൽ പൂട്ടിക്കെട്ടില്ല എന്ന് അസ്യൂം ചെയ്താണ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അസംഷൻ ആണ് അക്കൗണ്ടിങ്ങിൽ. കാരണം ഈ അസംഷന്റെ ബേസിസിലാണ് അസറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണിക്കുന്നത്. ക്ലിയർ ആണോ? യെസ്.
അസറ്റിന്റെ വാല്യൂ ഒക്കെ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത് ഈ ഒരു ഇതിന്റെ ബേസിസിലാണ്. കാരണം ഓരോ വർഷത്തെ ബാലൻസും അടുത്ത വർഷത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്, ബ്രോട്ട് ഡൗൺ ചെയ്ത് അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അടുത്ത വർഷം ഓപ്പറേഷൻ ഉണ്ട് എന്ന അസംഷനിലാണ് അത് മുന്നോട്ടേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്ത് കൊണ്ടുപോകുന്നത്. അതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതുവരെ പ്രധാനപ്പെട്ട 3 കോൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചു. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് നോക്കി. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്താ പറയുന്നത്? ബിസിനസ് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ്, ഓണർ വേറൊരു എൻറ്റിറ്റി ആണ്. ഓണറും ബിസിനസ്സും സെപ്പറേറ്റ് ആണ്. അടുത്തത് മണി മെഷർമെന്റ് കോൺസെപ്റ്റ്, അതായത് മോണിറ്ററി വാല്യൂവിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന ട്രാൻസാക്ഷൻസും ഇവന്റ്സും മാത്രം അക്കൗണ്ടിംഗ് റെക്കോർഡിൽ എടുത്താൽ മതി, മറ്റൊന്നും എടുക്കണ്ട. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്താണ് പറയുന്നത്? ബിസിനസ് ഇൻഡെഫിനിറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യും ഓപ്പറേഷൻ, അടുത്തെങ്ങും അത് ലിക്വിഡേറ്റ് ചെയ്യത്തില്ല. ഇൻ ദ ഫോർസിയബിൾ ഫ്യൂച്ചർ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ലിക്വിഡേറ്റ്. അതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. 4ാമത്തെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് അക്കൗണ്ടിംഗ് പീരീഡ് കോൺസെപ്റ്റ്. അക്കൗണ്ടിംഗ് പീരീഡ് കോൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിംഗ് ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്കായിരിക്കണം ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചേ, എക്സ്പെൻസുകൾ റെക്കോർഡ് ചെയ്യുന്നു, വരുന്ന വരുമാനം റെക്കോർഡ് ചെയ്യുന്നു. ഇത് എത്ര കാലം വേണമെങ്കിലും നമുക്ക് ചെയ്തുകൊണ്ടേയിരിക്കാം. വരുന്ന എക്സ്പെൻസുകളെല്ലാം റെക്കോർഡ് ചെയ്ത് പോകാം, ഇൻകോ റെക്കോർഡ് ചെയ്ത് പോകാം. അങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് പോകുന്നതുകൊണ്ട് അർത്ഥമില്ല. കാരണം അക്കൗണ്ടിങ് ചെയ്യുന്നത് തന്നെ ലാഭമാണോ നഷ്ടമാണോ എന്നറിയണം, അസറ്റ് എത്രയുണ്ട്, ലൈബിലിറ്റി എത്രയുണ്ട്, ക്യാപിറ്റൽ എത്രയുണ്ടെന്ന് അറിയണം, അതായത് ഇൻകം എത്രയുണ്ടെന്ന് അറിയണം, അതുപോലെ പൊസിഷൻ, ഫിനാൻഷ്യൽ പൊസിഷൻ എത്രയുണ്ട് എന്താണെന്ന് അറിയണം. ഇതിനു വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്കായിരിക്കണം അക്കൗണ്ടിങ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് തീരുമാനിക്കാം ആ പീരീഡ് എത്രയായിരിക്കണമെന്ന്. നിങ്ങൾക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് മതിയെങ്കിൽ നിങ്ങൾക്ക് ഇയർലി റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഇനി 6 മാസം കൂടുമ്പോൾ വേണമെങ്കിൽ ഹാഫ് ഇയർലി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാം. ഇനി 3 മാസം കൂടുമ്പോൾ വേണമെങ്കിൽ ക്വാർട്ടർലി റിപ്പോർട്ട്സും അല്ലെങ്കിൽ ക്വാർട്ടർലി സ്റ്റേറ്റ്മെന്റ്സും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. നിങ്ങളുടെ ആവശ്യാനുസരണം ഒരു ഡെഫിനിറ്റ് പീരീഡിലേക്കായിരിക്കണം അക്കൗണ്ടിങ് ചെയ്യേണ്ടത്. 3 മാസമെങ്കിൽ 3 മാസം ക്വാർട്ടർലി സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാം. 6 മാസമെങ്കിൽ 6 മാസം ഹാഫ് ഇയർലി സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാം. 1 വർഷമെങ്കിൽ 1 വർഷം ഇയർലി സ്റ്റേറ്റ്മെന്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ ആണോ? സോ അതിനെയാണ് അക്കൗണ്ടിംഗ് പീരീഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അക്കൗണ്ടിംഗ് ഷുഡ് ബി ഡൺ ഫോർ എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. ഓക്കെ ആണോ? അക്കൗണ്ടിംഗ് പീരീഡ് റെഫേഴ്സ് ടു ദ സ്പാൻ ഓഫ് ടൈം അറ്റ് ദ എൻഡ് ഓഫ് വിച്ച് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ആൻ എന്റർപ്രൈസ് ആർ പ്രിപ്പയർഡ്. ഓക്കെ ആണോ? ഏതൊരു പീരീഡിന്റെ എൻഡിലാണോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആ പീരീഡിനെയാണ് അക്കൗണ്ടിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോഴേ നമുക്ക് മനസ്സിലാവും ആ ഒരു പീരീഡിലെ പ്രോഫിറ്റ് എത്രയാണ്, അല്ലെങ്കിൽ ലോസ് ആണെങ്കിൽ ലോസ് എത്രയാണ്, അതുപോലെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്. ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അസറ്റ് എത്രയുണ്ട്, ലൈബിലിറ്റി എത്രയുണ്ട്. ക്ലിയർ ആണോ? യെസ്. എന്നാൽ മാത്രമേ ഈ ഇൻഫർമേഷൻ കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാകത്തുള്ളൂ. ആർക്ക്? യൂസേഴ്സിന് ഗുണം ഉണ്ടാകത്തുള്ളൂ. ഓക്കെ അല്ലേ? യെസ്. സോ ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് വേണം അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ. സോ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആർ therefore prepared at regular intervals. ക്ലിയർ ആണോ? ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്കായിരിക്കും. നോർമലി ആഫ്റ്റർ എ പീരീഡ് ഓഫ് 1 year. സാധാരണഗതിയിൽ 1 വർഷത്തിന് ശേഷമാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അല്ല, ഇനി അതിന് മുന്നേ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് മുന്നേയും പ്രിപ്പയർ ചെയ്യാം. ക്ലിയർ ആണോ? യെസ്. ഓക്കെ. സോ ദ ഇന്റർവൽ ഓഫ് ടൈം ഈസ് കോൾഡ് അക്കൗണ്ടിംഗ് പീരീഡ്. സോ എത്ര നാൾക്ക് ശേഷമാണ് നിങ്ങൾ ആ ഒരു അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് പ്രിപ്പയർ ചെയ്യുന്നത്, ആ ഒരു നാളിനെ, ആ ഒരു പീരീഡ് ഓഫ് ടൈമിനെയാണ് അക്കൗണ്ടിംഗ് പീരീഡ് എന്ന് പറയുന്നത്. 3 monthsന് ശേഷമാണ് റെക്കോർഡ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. 3 months ഈസ് ദി അക്കൗണ്ടിംഗ് പീരീഡ്. 6 months ആണെങ്കിൽ 6 months ഈസ് ദി അക്കൗണ്ടിംഗ് പീരീഡ്. ഇനി വർഷാവർഷമാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ 1 year ഈസ് ദി അക്കൗണ്ടിംഗ് പീരീഡ്. ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഈസ് അക്കൗണ്ടിംഗ് പീരീഡ് കോൺസെപ്റ്റ്. സോ അക്കൗണ്ടിംഗ് ഈസ് ടു ബി ഡൺ ഫോർ എ സ്പെസിഫിക് ടൈം പീരീഡ്. ക്ലിയർ ആണോ? അതാണ് അക്കൗണ്ടിംഗ് പീരീഡ് കോൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ അല്ലേ? സോ പ്രധാനപ്പെട്ട 4 കോൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ് 4 കോൺസെപ്റ്റുകൾ? ഒന്നാമത് പറഞ്ഞത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ബിസിനസ് വേറെ, ബിസിനസ്സുകാരൻ വേറെ, സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ എന്താ പറഞ്ഞത്? മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. അതായത് മണിയിൽ മെഷർ ചെയ്യാൻ സാധിക്കുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ അക്കൗണ്ടിങ്ങിൽ കാണിക്കൂ. മോണിറ്ററി വാല്യൂവിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കത്തില്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൽ എടുക്കില്ല. മൂന്നാമത് എന്താ പറഞ്ഞത്? ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഒരു ഡെഫിനിറ്റ് ടൈം പീരീഡിലേക്ക് ഇൻഡെഫിനിറ്റ് ആയിട്ട് ബിസിനസ് കണ്ടിന്യൂ ചെയ്യും. ഡെഫിനിറ്റ് ടൈം പീരീഡിലുള്ള ഇൻഡെഫിനിറ്റ് ആയി ബിസിനസ് കണ്ടിന്യൂ ചെയ്യും. അടുത്തെങ്ങും ബിസിനസ് ലിക്വിഡേറ്റ് ചെയ്യില്ല, അതായത് പൂട്ടിക്കിട്ടില്ല എന്ന അസംഷൻ. നാലാമത് എന്തായിരുന്നു? നാലാമത് നമ്മൾ ഡിസ്കസ് ചെയ്തത് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. അക്കൗണ്ടിങ് എപ്പോഴും ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്കായിരിക്കും നമ്മൾ ചെയ്യുന്നത്. സാധാരണഗതിയിൽ 1 year ആണ്. ഹാഫ് ഇയർലി വേണമെങ്കിൽ, ക്വാർട്ടർലി വേണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് കോസ്റ്റ് കോൺസെപ്റ്റ്.
കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസറ്റിനെ ഏത് വാല്യൂവിൽ അക്കൗണ്ടിങ് റെക്കോർഡ്സ് കാണിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു മെഷീൻ വേണമെന്ന് വിചാരിക്കുക ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടി. ആ മെഷീൻ നിങ്ങൾ മേടിച്ചു, ഏത് വിലയ്ക്ക് വേണം ഈ മെഷീനെ കാണിക്കാൻ? ഓക്കെ അല്ലെ? അപ്പൊ മെഷീൻ എ എന്ന് വിചാരിക്കുക. ഈ മെഷീനിന്റെ മാർക്കറ്റിലെ വില 1,00,000 രൂപയാണ്. അതായത് മാർക്കറ്റിൽ ചെന്ന് ഈ മെഷീൻ മേടിക്കാൻ ആര് ചോദിച്ചാലും 1,00,000 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും ആ മെഷീന് വേണ്ടി. പക്ഷെ നിങ്ങൾക്ക് കാര്യം അറിയില്ലായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ 1,10,000 രൂപയ്ക്കാണ് മെഷീൻ മേടിച്ചത്. നിങ്ങളെ പറ്റിച്ചു എന്ന് വിചാരിക്കുക. 1,10,000 രൂപയ്ക്കാണ് നിങ്ങൾ മെഷീൻ മേടിച്ചത്. അപ്പൊ നിങ്ങൾ 1,00,000 കാണിക്കുമോ 1,10,000 കാണിക്കുമോ? മാർക്കറ്റ് വാല്യൂ 1 lakh ആണ്. നിങ്ങൾ പക്ഷെ 1,10,000 കൊടുത്താ മേടിച്ചത്. നിങ്ങൾ പറ, നിങ്ങൾ ഏത് വിലയിലായിരിക്കും ആ ഒരു അസറ്റ് നിങ്ങളുടെ റെക്കോർഡിൽ കാണിക്കുന്നത്? മാർക്കറ്റ് വാല്യൂവിൽ കാണിക്കുമോ അതോ നിങ്ങൾ പേ ചെയ്ത പ്രൈസിൽ കാണിക്കുമോ? പറഞ്ഞോളൂ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഏത് വിലയിൽ നിങ്ങൾ കാണിക്കും? ധൈര്യമായിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, തെറ്റിയാലും പ്രശ്നമില്ല. നമുക്ക് മൊത്തം പേ ചെയ്തിരിക്കുന്ന എമൗണ്ടിൽ. യെസ്, എക്സാക്ട്ലി. നമ്മൾ എത്രയാണോ പേ ചെയ്തത് ആ എമൗണ്ടിലെ നമ്മൾ കാണിക്കൂ. ഇനിയിപ്പോ നേരെ തിരിച്ച് 1,00,000 രൂപയാണ് മാർക്കറ്റ് വാല്യൂ, പക്ഷെ നമുക്കത് 90,000 രൂപയ്ക്ക് കിട്ടി. 1,00,000 കാണിക്കണ്ട, നമ്മൾ എത്ര പേ ചെയ്തോ, നമ്മുടെ കയ്യിൽ നിന്ന് കാശ് എത്ര പോയോ അത്രയും കാണിച്ചാൽ മതി. ഇനി ഇത് മാത്രമാണോ നമ്മൾ കാണിക്കുന്നത്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ? ഇനി ഞാൻ അടുത്തൊരു സിറ്റുവേഷൻ പറയാം. 1,00,000 രൂപയുടെ മെഷീൻ ഞാൻ 1,10,000 മേടിച്ചിട്ട് അവിടെ വെക്കാൻ പറ്റത്തില്ലല്ലോ. ഈ സാധനം എന്റെ ഫാക്ടറിയിലോട്ട് എനിക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണ്ടേ? ട്രാൻസ്പോർട്ടേഷന് വേണ്ടി വണ്ടിക്കൂലി 10,000 രൂപ ട്രക്കിന് കൊടുക്കേണ്ടി വന്നു. എന്നിട്ട് ഇതെന്റെ ഫാക്ടറിയിൽ കൊണ്ടുവന്നിട്ട് അതിന് ഇൻസ്റ്റാൾ ചെയ്യണ്ടേ? അതിനു വേണ്ടി കുറെ വർക്കേഴ്സിനെയൊക്കെ വിളിച്ച് അത് അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി എക്സ്ട്രാ ഒരു 10,000 രൂപയായി. അപ്പൊ എനിക്ക് 1,10,000 ഓൾറെഡി സാധനം മേടിക്കാനായി, ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഒരു 10,000 കൂടെ ആയി. ഇത് ഫാക്ടറി പ്രിമൈസസിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് എക്സ്ട്രാ വീണ്ടും 10,000 ആയി. അടുത്ത ചോദ്യം, എത്ര രൂപയ്ക്ക് ഇനിയും ഈ മെഷീൻ ഞാൻ എന്റെ റെക്കോർഡിൽ കാണിക്കണം? ഓപ്ഷൻസ് തരാം. 1,00,000 രൂപ മാർക്കറ്റ് പ്രൈസിൽ കാണിക്കണോ, അതോ ഞാൻ പേ ചെയ്ത 1,10,000 കാണിക്കണോ, അതോ ട്രാൻസ്പോർട്ടേഷൻ 10,000 ഇൻസ്റ്റാളേഷൻ 10,000 കൂടെ ചേർത്ത് 1,30,000 കാണിക്കണം? 1,00,000 കാണിക്കണോ, 1,10,000 കാണിക്കണോ, 1,30,000 കാണിക്കണോ? 3 ഓപ്ഷൻസ്. ഏത് നിങ്ങൾ ചൂസ് ചെയ്യും? പറഞ്ഞോളൂ. പർച്ചേസ് ചെയ്യാൻ വേണ്ടി പേയ്മെന്റ് ചെയ്തിരിക്കുന്നതിന്. അപ്പൊ എത്ര? 1 lakh ആണോ, 1,10,000 ആണോ, 1,30,000 ആണോ? 1,30,000. എക്സാക്ട്ലി കറക്റ്റ് ആൻസർ ആണ്. 1,30,000 കാണിക്കണം. അതാണ് ഈ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസറ്റിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആണോ? പർച്ചേസ് വാല്യൂ, നിങ്ങൾ എത്ര രൂപയ്ക്കാണ് അത് പർച്ചേസ് ചെയ്തത്, പ്ലസ് എനി amount spent for transporting the asset to the premises, transportation cost, plus any extra expense spent for installation. ഇത് മൂന്നും കൂടെ ചേരുന്ന എമൗണ്ടിൽ വേണം അസറ്റിന്റെ വില ഇടാൻ നിങ്ങളുടെ അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ. 1,10,000 മേടിച്ച 10,000 രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ പ്ലസ് 10,000 ഇൻസ്റ്റാളേഷൻ എങ്കിൽ 1,30,000 അസറ്റിന്റെ വില എന്ന് പറഞ്ഞ് അക്കൗണ്ടിങ് റെക്കോർഡിൽ കാണിക്കണം. ബാലൻസ് ഷീറ്റിൽ അസറ്റ് 1,30,000 അസറ്റ് എന്നും പറഞ്ഞ് കാണിക്കണം. ക്ലിയർ ആണോ? 1,30,000. ഈ കോൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാ കോസ്റ്റ് കോൺസെപ്റ്റ്. പിടികിട്ടിയോ? ഇതാണ് കോസ്റ്റ് കോൺസെപ്റ്റ്. ഓക്കെ ആണോ? ദ കോസ്റ്റ് കോൺസെപ്റ്റ് റിക്വയർസ് ദാറ്റ്, ഞാനത് ഹൈലൈറ്റ് ചെയ്യാം, ഓൾ അസറ്റ്സ് ആർ റെക്കോർഡഡ് ഇൻ ദ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് അറ്റ് ദെയർ പർച്ചേസ് പ്രൈസ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ എക്സാമ്പിളിലെ 1,10,000. ഓക്കെ ആണോ? യെസ്, വിച്ച് ഇൻക്ലൂഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഓക്കെ, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ് 1,10,000. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ അത് 10,000, ഇൻസ്റ്റാളേഷൻ ആൻഡ് മേക്കിംഗ് ദ അസറ്റ് റെഡി ടു യൂസ് അത് എക്സ്ട്രാ 10,000. സോ ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് പർച്ചേസ് പ്രൈസ്. ഞാൻ പറഞ്ഞ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ പ്ലസ് ഇൻസ്റ്റാളേഷൻ. നമ്മുടെ ക്വസ്റ്റ്യനിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 1,10,000, ട്രാൻസ്പോർട്ടേഷൻ 10,000, ഇൻസ്റ്റാളേഷൻ 10,000, എല്ലാം കൂടെ കൂട്ടി 1,30,000 ആണ് പർച്ചേസ് പ്രൈസ്. ഈ പർച്ചേസ് പ്രൈസ് വേണം സാധനം കാണിക്കാൻ. ക്ലിയർ ആണോ? ഇതാണ് കോസ്റ്റ് കോൺസെപ്റ്റ്. ഓക്കെ ആണോ? അപ്പൊ എന്തുമായി ബന്ധപ്പെട്ടത്? അസറ്റുമായി ബന്ധപ്പെട്ടത്. അസറ്റിനെ എങ്ങനെ വിലയിടണം എന്ന കാര്യം മാത്രമാണ് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ മറ്റൊരു ഫിഗർ ഒക്കെ ഇട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് അത് നോക്കാം ഫോർ ദ പർപ്പസ് ഓഫ് എന്താ പറയുന്നത്, ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ? സോ ഈ അണ്ടർലൈൻ ചെയ്ത ഹൈലൈറ്റ് ചെയ്ത പോർഷൻ ആണ് കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രൈസ് വേണം കാണിക്കാൻ? പർച്ചേസ് പ്രൈസ് വേണം കാണിക്കാൻ. പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ പ്ലസ് ഇൻസ്റ്റാളേഷൻ, അല്ലെങ്കിൽ അത് റെഡി ടു യൂസ് ആക്കുന്നതിന് വേണ്ടി എന്തൊക്കെ സ്പെൻഡ് ചെയ്തോ അതാണ് കോസ്റ്റ് കോൺസെപ്റ്റ്. ഓക്കെ അല്ലേ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 5ാമത്തെ കോൺസെപ്റ്റ് കോസ്റ്റ് കോൺസെപ്റ്റ്.
അടുത്തതാണ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ട്രാൻസാക്ഷൻ എടുത്താലും അതിന് മിനിമം 2 ആസ്പെക്റ്റുകളെങ്കിലും ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും. അതിനെയാണ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ എവറി ട്രാൻസാക്ഷൻ വിൽ ഹാവ് അറ്റ്ലീസ്റ്റ് 2 എഫക്ട്സ്. ക്ലിയർ ആണോ? 2 എഫക്റ്റ് ഉണ്ടാവും. ഒരു ഡെബിറ്റും കാണും, ഒരു ക്രെഡിറ്റും കാണും. ക്ലിയർ അല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഡെബിറ്റ് എന്ന് പറഞ്ഞാലും ക്രെഡിറ്റ് എന്ന് പറഞ്ഞാലും എന്താ ഉദ്ദേശിക്കുന്നത്? ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ കൂടുകയാണോ അതോ കുറയുവാണോ? ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ കൂടുവാണോ കുറയുവാണോ? പറയാമോ? അത് ഓരോന്നിന്റെയും നമ്മുടെ ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്ങിനെ ബേസ് ചെയ്തിരിക്കും. അസറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് മീൻസ് ഇൻക്രീസ്, ഇൻകം ആണെങ്കിൽ ക്രെഡിറ്റ് മീൻസ് ഇൻക്രീസ്. യെസ്, കറക്റ്റ് ആൻസർ. സോ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ കൂടുക കുറയുക എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ബേസ്ഡ് ഓൺ ദി അക്കൗണ്ടിങ് അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദ റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അതവിടെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം അസറ്റും എക്സ്പെൻസും ആണെങ്കിൽ, അസറ്റും എക്സ്പെൻസ് അക്കൗണ്ടുകളാണെങ്കിൽ കൂടിയാൽ അത് ഡെബിറ്റ് ആണ്, കുറഞ്ഞാൽ ക്രെഡിറ്റ് ആണ്. ഇനി ഇൻകം ലൈബിലിറ്റി ക്യാപിറ്റൽ ആണെങ്കിൽ കൂട്ടിയാൽ ക്രെഡിറ്റ് ആണ്, കുറഞ്ഞാൽ ഡെബിറ്റ് ആണ്. ക്ലിയർ ആണോ? സോ ഡെബിറ്റും ക്രെഡിറ്റും കൂടുതൽ കുറയലൊന്നുമില്ല. റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 2 ടൂൾസ് മാത്രമാണ്. ഡിപ്പെൻസ് ഓൺ ദ സിറ്റുവേഷൻ. ക്ലിയർ അല്ലേ? അപ്പൊ പറയുന്നത് എന്താ? ഏതൊരു ട്രാൻസാക്ഷൻ എടുത്താലും ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും കാണും. ഒരു ട്രാൻസാക്ഷന് 2 ആസ്പെക്ട് മിനിമം കാണും. ക്ലിയർ ആണോ? അതിനെയാണ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഡ്യുവൽ ആസ്പെക്ട് ഈസ് ദ ഫൗണ്ടേഷൻ ഓർ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ് ഡ്യുവൽ ആസ്പെക്ട്. ഇറ്റ് പ്രൊവൈഡ്സ് ദാറ്റ് വെരി ബേസ് ഫോർ റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ ടു ബുക്ക് ഓഫ് അക്കൗണ്ട്. ബുക്ക് ഓഫ് അക്കൗണ്ടിൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് ഈ ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ടാണ്. ഒരു ട്രാൻസാക്ഷന് മിനിമം 2 ആസ്പെക്ട് ഉണ്ട്. ഇൻ അതർ വേർഡ്സ് അറ്റ്ലീസ്റ്റ് 2 അക്കൗണ്ട്സ് വിൽ ബി ഇൻവോൾവ് ഇൻ റെക്കോർഡിംഗ് എ ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ 2 അക്കൗണ്ടെങ്കിലും മിനിമം ഇൻക്ലൂഡഡ് ആയിരിക്കും, ഇൻവോൾവ് ആയിരിക്കും. ക്ലിയർ അല്ലേ? അതാണ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, റാം എന്ന് പറയുന്ന വ്യക്തി ബിസിനസ്സിലേക്ക് 50 ലക്ഷം രൂപ ഇട്ടു. അപ്പൊ എന്തൊക്കെയാ അവിടെ സംഭവിച്ചത്? ബിസിനസ്സിലേക്ക് ക്യാഷ് ഒരു 50 ലാക്ക് വന്നു, പ്ലസ് റാം ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ ആണോ? അപ്പൊ 2 ആസ്പെക്റ്റാ. ഒന്ന് ക്യാഷ് എന്ന അസറ്റ് വന്നു 50 ലാക്ക്, മറ്റേത് ബിസിനസിനെ സംബന്ധിച്ച് ക്യാപിറ്റൽ എന്ന റാമിന് തിരിച്ചു കൊടുക്കേണ്ട പൈസ 50 ലക്ഷം കൂടി. അപ്പൊ ബിസിനസ്സിലേക്ക് ക്യാഷ് എന്ന അസറ്റ് 50 ലാക്ക് വന്നപ്പം ബിസിനസിന് ഒരു ലൈബിലിറ്റി പോലെയുള്ള ക്യാപിറ്റൽ 50 ലാക്ക് കൂടുകയാണ് ചെയ്തത്. അപ്പൊ 2 എഫക്റ്റ് ആണ് അവിടെ ഉള്ളത്. ക്ലിയർ ആണോ? യെസ്. സോ അതാണ് അവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എന്താ സംഭവിക്കുന്നത്? റാം 50 ലാക്ക് കൊണ്ടുവരുമ്പം ഒരു അസറ്റ് ആയിട്ടുള്ള ക്യാഷ് 50 ലാക്ക് ബിസിനസ്സിൽ കൂടി. അറ്റ് ദ സെയിം ടൈം ഓണറുടെ ഇക്വിറ്റി ഓർ ക്യാപിറ്റൽ അതും എത്ര കൂടി? അതും ആ സെയിം എമൗണ്ടിൽ കൂടി. അതുകൊണ്ടാണ് നമ്മൾ ആ എൻട്രി എഴുതുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാപിറ്റൽ. ക്യാഷ് ഒരു അസറ്റ് അക്കൗണ്ട് ആണ്, കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം, ക്യാപിറ്റൽ കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യണം. രണ്ടും കൂടുന്നതാണ്. സോ 1 ഡെബിറ്റും 1 ക്രെഡിറ്റും അവിടെ വന്നു. ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, ഈ ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റിന്റെ ബേസിസിലാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ വന്നിരിക്കുന്നത്. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താ? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ചുരുക്കി പറഞ്ഞ ഒരു ബിസിനസ്സിലെ ബാധ്യതകളുടെയും ഓണർ ഇൻട്രൊഡ്യൂസ് ചെയ്ത പൈസയുടെയും ആകെ തുക എന്ന് പറയുന്നത് ആ ബിസിനസ്സിലെ മുഴുവൻ അസറ്റുകളുടെയും ടോട്ടലിന് തുല്യമായിരിക്കും. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ക്ലിയർ ആണോ? ഏത് ബിസിനസ് എടുത്താലും അങ്ങനെ തന്നെ ആയിരിക്കും. സോ ആ ഒരു ഗോൾഡൻ റൂള് എന്തിന്റെ ബേസിസിലാണ് വന്നത്? ഈ ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റിന്റെ ബേസിസിലാണ് വന്നത്. ഓക്കെ ആണോ? ഇനി നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ, അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ നമ്മൾ അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ ഏതൊരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് വരച്ചാണ് പ്രൂവ് ചെയ്യുന്നത്? പറയാമോ? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന അക്കൗണ്ടിങ് ഇക്വേഷൻ, ഇത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് വരച്ചാണ് പ്രൂവ് ചെയ്യുന്നത്. ആ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് മനസ്സിലാവും ആ ബിസിനസ്സിലെ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ആണോ എന്നുള്ള കാര്യം. പറയാമോ? ബാലൻസ് ഷീറ്റ്. കറക്റ്റ് ആൻസർ. യെസ്, കറക്റ്റ് ആൻസർ. ബാലൻസ് ഷീറ്റ് ആണ് കറക്റ്റ് ആൻസർ. കാരണം എന്താ? ബാലൻസ് ഷീറ്റിന്റെ ഒരു സൈഡ് ലയബിലിറ്റി സൈഡ് ആണ്, മറ്റേ സൈഡ് അസറ്റ് സൈഡാണ്. ലയബിലിറ്റി സൈഡിൽ തന്നെ ക്യാപിറ്റൽ എഴുതുന്നുണ്ട്. സോ അസറ്റ് സൈഡിന്റെ ടോട്ടൽ, ബാലൻസ് ഷീറ്റ് ടാലി ആണ്ട് 2 സൈഡും. സോ അസറ്റ് സൈഡിന്റെ ടോട്ടൽ ആണ് ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റലിന്റെ ടോട്ടൽ. 2 സൈഡും ടാലി ആകുന്നതുകൊണ്ട്. സോ ബാലൻസ് ഷീറ്റ് ടാലി ആയി കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ്ഡ് ആയി നമുക്ക് പറയാം അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ആണെന്ന് പറയാം. ക്ലിയർ ആണോ? അതുകൊണ്ട് നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ് ഇക്വേഷൻ എന്തെന്ന് വിളിക്കും? ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്ന് വിളിക്കും. ഓക്കെ ആണോ? അനദർ നെയിം ഫോർ അക്കൗണ്ടിങ് ഇക്വേഷൻ ഇസ് ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ. ക്ലിയർ അല്ലേ? യെസ്.
സോ ആ ഒരു അക്കൗണ്ടിങ് ഇക്വേഷൻ ഓർ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്തിന്റെ ബേസിസിലാണ്? ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റിന്റെ ബേസിസിലാണ്. അതാണ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയോ? 6 ഇപ്പൊ പഠിച്ചു. എന്തൊക്കെയാണ് 6? ഒന്നാമത് നമ്മൾ പഠിച്ച ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, രണ്ടാമത് മണി മെഷർമെന്റ് കോൺസെപ്റ്റ്, മൂന്നാമത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, പിന്നെ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്, കോസ്റ്റ് കോൺസെപ്റ്റ് ആൻഡ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഇതിൽ ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറയണോ ആർക്കെങ്കിലും? ഓക്കെ ആണോ? യെസ്. ഇനി അടുത്തത് ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റ്. ഓക്കെ ആണോ? റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റ് പറയുന്നത് എപ്പോഴാണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പഠിച്ചായിരുന്നു. ഒരു ഇമ്പോർട്ടന്റ് ടേം ആ റവന്യൂ എന്ന് പറയുന്നത്. റവന്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻകം. ക്ലിയർ ആണോ? നമുക്ക് കിട്ടുന്ന ഇൻകത്തെയാ റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? റവന്യൂവിന് നമുക്ക് എത്ര ആയിട്ട് തിരിക്കാം? റവന്യൂ ഫ്രം സെയിൽസും ഉണ്ട്, അതർ റവന്യൂ ഉണ്ട്. സെയിലിൽ നിന്ന് കിട്ടുന്ന റവന്യൂ പ്ലസ് അതർ റവന്യൂ, ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് നമ്മുടെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത് റവന്യൂ എപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത്, നമുക്കൊരു വരുമാനം കിട്ടിയെന്ന് എപ്പോഴാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അക്സെപ്റ്റ് ചെയ്താലേ നമ്മൾ എവിടെ എഴുതത്തുള്ളൂ? അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ എഴുതത്തുള്ളൂ. ഈ കോൺസെപ്റ്റ് പറയുന്നത് നിങ്ങൾ റവന്യൂ എപ്പോഴാണോ ഏൺ ചെയ്തത് അപ്പോൾ തന്നെ റവന്യൂ കിട്ടിയതായി എഴുതാം. ക്യാഷ് കിട്ടിയോ ഇല്ലയോ എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. ഒരു എക്സാമ്പിൾ പറയാം. ഞാനൊരു സെയിൽ നടത്തി, പക്ഷെ കടത്തിനാണ് ഞാനത് വിറ്റത്. ആളെനിക്ക് പൈസ തന്നിട്ടില്ല. ഓക്കെ ആണോ? ആളെനിക്ക് പൈസ തന്നില്ല, കടത്തിനാണ് വിറ്റത്. അപ്പൊ അതിനെ എന്തെന്ന് വിളിക്കാം? ക്രെഡിറ്റ് സെയിൽ എന്ന് വിളിക്കാം. റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റ് പറയുന്നത് ഒരു ക്രെഡിറ്റ് സെയിൽ നടന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഐ ഏൺഡ് ദാറ്റ് റവന്യൂ. ഇനിയും ആ വരുമാനം കിട്ടാനുള്ള അവകാശം ഞാൻ ഓൾറെഡി നേടിയെടുത്തു. അവൻ എന്റെ ആരായി? അവൻ എന്റെ ഡെറ്ററായി. എനിക്ക് പൈസ തരാനുള്ളവനായി. അവൻ എനിക്ക് പൈസ തരണം. ഓക്കെ ആണോ? അപ്പൊ ഞാൻ ആ ഒരു എന്താ പറയുക റൈറ്റ് ഏൺ ചെയ്തു, റവന്യൂ കിട്ടാനുള്ളത്. എപ്പോഴാണോ ആ റൈറ്റ് ഞാൻ ഏൺ ചെയ്തത് അല്ലെങ്കിൽ റവന്യൂ ഏൺ ചെയ്തത് അപ്പോൾ തന്നെ എനിക്ക് എന്റെ റെക്കോർഡ്സിൽ റവന്യൂ കിട്ടിയെന്ന രീതിയിൽ കാണിക്കാം, റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാം. ക്ലിയർ ആണോ? സോ ക്യാഷ് സെയിൽസ് നടത്തിയാലും ക്രെഡിറ്റ് സെയിൽസ് നടത്തിയാലും നമ്മൾ എന്ത് ചെയ്യും? പ്രോപ്പർ ആയിട്ട് എൻട്രി, സെയിൽ നടന്നു എന്ന് പറഞ്ഞ്, സെയിൽ എന്ന റവന്യൂ, സെയിൽ റവന്യൂ ഉണ്ടായി എന്ന് പറഞ്ഞ് നമ്മൾ എഴുതും. ക്യാഷ് കിട്ടിയോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കത്തില്ല. ഓക്കെ ആണോ? സോ അതാണ് റവന്യൂ റെക്കഗ്നിഷൻ. സോ റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് വെൻ ഇറ്റ് ഈസ് ഏൺഡ്. ക്ലിയർ അല്ലേ? റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് വെൻ ഇറ്റ് ഈസ് ഏൺഡ്. അതാണ് റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റ് പറയുന്നത്. റവന്യൂ എപ്പോഴാണോ നിങ്ങൾ ഏൺ ചെയ്യുന്നത്, അതായത് കിട്ടാൻ നിങ്ങൾക്ക് അവകാശം ഉണ്ടായാൽ മതി, കിട്ടണമെന്ന് നിർബന്ധമില്ല, കിട്ടിയാൽ ഓക്കെ, കിട്ടാനുള്ള അവകാശം ഉണ്ടെങ്കിൽ പോലും റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാം അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ. ക്ലിയർ ആണോ? അതിനെയാണ് റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് റിയലൈസേഷൻ കോൺസെപ്റ്റ്, റവന്യൂ റിയലൈസേഷൻ കോൺസെപ്റ്റ്. So the concept of revenue recognition require that revenue for a business transaction should be included in the accounting records only when it is realized. Clear ആണോ? Revenue is assumed to be realized when a legal right to receive it arises. Clear അല്ലേ? അതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. റവന്യൂ എപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്? അത് കിട്ടാൻ നിങ്ങൾക്ക് ഒരു ലീഗൽ ആയിട്ടുള്ള അവകാശം എപ്പോഴാണോ ഉണ്ടാകുന്നത് അപ്പോൾ ആ റവന്യൂ റിയലൈസ്ഡ് ആയി. ശരിക്കും പൈസ കയ്യിൽ കിട്ടണമെന്നില്ല, പൈസ കിട്ടാനുള്ള ലീഗൽ അവകാശം ഉണ്ടായാൽ പോലും റവന്യൂ റിയലൈസ്ഡ് ആയി. റവന്യൂ എപ്പോഴാണോ റിയലൈസ് ചെയ്യപ്പെടുന്നത് അപ്പോൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യാം, അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. ക്ലിയർ ആണോ? സോ ദ പോയിന്റ് ഓഫ് ടൈം വെൻ ഗുഡ്സ് ഹാവ് ബീൻ സോൾഡ് ഓർ സർവീസ് ഹാവ് ബീൻ റെൻഡേർഡ് ഈസ് കൺസിഡേർഡ് റവന്യൂ റിയലൈസ്ഡ്. ക്ലിയർ ആണോ? നമ്മളൊരു സേവനം ചെയ്തു, അതിനുള്ള പൈസ കിട്ടിയില്ലെങ്കിലും സേവനം നമ്മൾ ചെയ്തില്ലേ, സേവനം ചെയ്താൽ അതിന്റെ പ്രതിഫലം കിട്ടാനുള്ള ലീഗൽ റൈറ്റ് നമ്മൾ ഏൺ ചെയ്തു. സോ പ്രതിഫലം കിട്ടിയാലും ഇല്ലെങ്കിലും ആ ലീഗൽ റൈറ്റ് ഏൺ ചെയ്തുകൊണ്ട് റവന്യൂ ഈസ് റിയലൈസ്ഡ്. സോ ഇറ്റ് ക്യാൻ ബി ഷോൺ ഇൻ അവർ അക്കൗണ്ടിങ് റെക്കോർഡ്സ്. വി ക്യാൻ ഷോ ഇറ്റ് ഇൻ അവർ അക്കൗണ്ടിങ് റെക്കോർഡ്സ്. അതുപോലെ ഒരു സാധനം വിറ്റു, പൈസ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ദ റവന്യൂ ഈസ് റിയലൈസ്ഡ്, വി ക്യാൻ ഷോ ഇറ്റ് ഇൻ അവർ അക്കൗണ്ടിങ് റെക്കോർഡ്സ്. ക്ലിയർ ആണോ? അതുകൊണ്ടാണ് ക്രെഡിറ്റ് സെയിൽ ആർ ട്രീറ്റഡ് ആസ് റവന്യൂ ഓൺ ദ ഡേ സെയിൽ ആർ മെയ്ഡ് ആൻഡ് നോട്ട് വെൻ മണി ഈസ് റിസീവ്ഡ് ഫ്രം ബയർ. ക്ലിയർ അല്ലേ? ബയറിൽ നിന്ന് പൈസ കിട്ടുമ്പോഴല്ല ഒരു ക്രെഡിറ്റ് സെയിലിൽ നമ്മൾ റവന്യൂ റിയലൈസ് ചെയ്യുന്നത്. എപ്പോഴാണോ സെയിൽ നടന്നത് അപ്പോൾ തന്നെ റവന്യൂ അവിടെ റിയലൈസ് ചെയ്യും. ക്ലിയർ ആണോ? ഇനി ഇതേപോലെ തന്നെ ഇൻകങ്ങൾ, മറ്റ് ഇൻകങ്ങൾ, റവന്യൂ ഫ്രം സെയിലാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അത് മാത്രമല്ലല്ലോ റവന്യൂ, അതർ ഇൻകം ഉണ്ടല്ലോ, അതും റവന്യൂ തന്നെയല്ലേ. ഇൻകം സച്ച് ആസ് റെന്റ്, കമ്മീഷൻ, ഇൻട്രസ്റ്റ്, ഇതൊക്കെ എപ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്? ഓൺ ടൈം ബേസിസ് ആണ്.
എപ്പോഴാണോ റെന്റ് കിട്ടാനുള്ള അവകാശം ഉണ്ടായത് നമ്മൾ അപ്പൊ തന്നെ അത് റെക്കഗ്നൈസ് ചെയ്യും. എപ്പോഴാണോ ഇൻട്രസ്റ്റ് കിട്ടാനുള്ള അവകാശം ഉള്ളത്, നമുക്ക് അവകാശം ഉണ്ടെങ്കിൽ റവന്യൂ ആയി റിയലൈസ് ചെയ്യും. കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ നോക്കത്തില്ല. ഓക്കെ ആണോ? അതാണ് അവിടെ പറയുന്നത്. ഇതിനെ വിളിക്കുന്ന ഒരു പേരാണ് അക്രൂഡ് ഇൻകം എന്ന് പറയും. ഓക്കെ ആണോ? അക്രൂഡ് ഇൻകം. ഇൻകം കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല. അപ്പൊ കിട്ടാനുള്ള അവകാശമുണ്ടെങ്കിൽ കാണിച്ചോണം, കിട്ടിയോ ഇല്ലയോ എന്ന് നോക്കണ്ട. ക്ലിയർ അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ നോക്കണ്ട എന്ന് പറയുന്നത്? കാരണം അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഏത് സിസ്റ്റമാ ഫോളോ ചെയ്യുന്നത്? ക്യാഷ് ബേസിസ് അല്ല ഫോളോ ചെയ്യുന്നത്, അക്രൂവൽ ബേസിസ് ആ ഫോളോ ചെയ്യുന്നത്. അത് നമ്മൾ പഠിക്കും, അക്രൂവൽ കോൺസെപ്റ്റിൽ നമ്മൾ പഠിക്കും. ക്ലിയർ ആണോ? അത് ഓർത്ത് വെച്ചേക്കുക. ക്യാഷ് ബേസിസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് കിട്ടിയാൽ മാത്രം കിട്ടിയെന്ന് എഴുതുക, ക്യാഷ് പോകുമ്പോൾ മാത്രം പോയെന്ന് എഴുതുക. അതാ ക്യാഷ് ബേസിസ്. സിംഗിൾ എൻട്രിയിലൊക്കെ ക്യാഷ് ബേസിസ് ആ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മുറുക്കാൻ കടയിലൊക്കെ ആൾക്കാര് ചുമ്മാ വെറുതെ ബുക്കിൽ കണക്കെഴുതി കൂട്ടത്തില്ലേ? അതെങ്ങനെ എഴുതുന്നത്? എനിക്ക് ഇത്ര കിട്ടി, എന്റെ കയ്യിൽ ഇത്ര പോയി, അത് മാത്രമേ എഴുതത്തുള്ളൂ. കിട്ടാനുണ്ടെങ്കിൽ അവൻ സൈഡിൽ മാറ്റി എഴുതും കിട്ടാനുണ്ട്, അത് കിട്ടുമ്പോൾ മാത്രമേ കിട്ടിയെന്ന് പറഞ്ഞ് എഴുതത്തുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കിട്ടാനുണ്ടെങ്കിൽ അത് നമ്മുടെ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യും. കാരണം ക്യാഷ് ബേസിസ് അല്ല, അക്രൂവൽ ബേസിസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അക്കൗണ്ടിങ്ങിൽ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗിൽ അക്രൂവൽ കോൺസെപ്റ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. സോ അതും കൂടെ കൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ റവന്യൂ റിയലൈസേഷൻ കോൺസെപ്റ്റ് ഉള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? റവന്യൂ റെക്കഗ്നീഷൻ കോൺസെപ്റ്റ് മനസ്സിലായോ? അപ്പോൾ എപ്പോഴാണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? റവന്യൂ റിയലൈസ് ചെയ്യപ്പെടുമ്പോൾ. എപ്പോഴാണ് റവന്യൂ റിയലൈസ് ചെയ്യപ്പെടുന്നത്? റവന്യൂ കിട്ടാൻ ഒരു ലീഗൽ റൈറ്റ് നമുക്ക് എപ്പോൾ ഉണ്ടാകുന്നോ അപ്പോഴാണ് റവന്യൂ റിയലൈസ് ചെയ്യപ്പെടുന്നത്. ക്ലിയർ അല്ലേ? റവന്യൂ എന്ന് പറയുമ്പോൾ സെയിൽ റവന്യൂ ഉണ്ട്, അതർ റവന്യൂ ഉണ്ട്. അപ്പൊ ക്രെഡിറ്റ് സെയിൽ എന്തുകൊണ്ടാണ് സെയിൽ ആയിട്ട് ഉൾപ്പെടുത്തുന്നത്? ഡ്യൂ ടു റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റ്. ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ അതിനകത്ത്? ഒന്നുകൂടെ പറയണോ? ഇല്ല. ഓക്കെ. അടുത്തതാണ് മാച്ചിങ് കോൺസെപ്റ്റ്. മാച്ചിങ് കോൺസെപ്റ്റ് പറയുന്നത് ഒരു വർഷത്തെ റവന്യൂ ഷുഡ് മാച്ച് വിത്ത് ആ വർഷത്തെ എക്സ്പെൻസ്. ഈ വർഷം എനിക്ക് ഇത്ര വരുമാനം ഉണ്ടായെങ്കിൽ ഓക്കെ, ആ വർഷം ഈ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്ത എക്സ്പെൻസ് മുഴുവനും കാണിച്ചിരിക്കണം, രണ്ടും മാച്ച് ചെയ്യണം. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് മാച്ചിങ് കോൺസെപ്റ്റ് പറയുന്നത്. റവന്യൂ എക്സ്പെൻസ് ഫോർ എ പെർട്ടിക്കുലർ ഇയർ ഷുഡ് മാച്ച്. The process of ascertaining amount of profit earned or the loss incurred during a particular period involved deduction of related expense from the revenue earned during that period. പറയുന്ന ഇത്രയേ ഉള്ളൂ. റവന്യൂവിൽ നിന്ന് എക്സ്പെൻസ് കുറച്ചാലേ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും കിട്ടത്തുള്ളൂ അല്ലെ? റവന്യൂവിൽ നിന്ന് ചെലവുകൾ കുറയ്ക്കുന്നു, അപ്പോൾ കിട്ടുന്ന പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ അത് ലാഭമാണ്, നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ നഷ്ടമാണ്. The matching concept emphasizes exactly on this aspect. It states that expenses incurred in an accounting period should be matched with revenue during that period. Clear ആണോ? ഒരു പെർട്ടിക്കുലർ പീരീഡിൽ നമുക്കുണ്ടായ എക്സ്പെൻസുകൾ ആ ഒരു പെർട്ടിക്കുലർ പീരീഡിലെ റവന്യൂവുമായിട്ട് മാച്ച് ചെയ്യണം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്താ പറയുന്നത്, ഇത്ര റവന്യൂ ഉണ്ടാക്കി. ഇത്ര റവന്യൂ ഉണ്ടാക്കിയ റീസൺ എൻ്റെ ജോലിക്കാര് നല്ലതുപോലെ പണിയെടുത്തോണ്ടാ. ഓക്കെ ആണോ? അപ്പം അവർക്ക് ഞാൻ എന്ത് കൊടുക്കണം? സാലറി കൊടുക്കണം. സാലറി എൻ്റെ ഒരു ചെലവല്ലേ? എൻ്റെ ഒരു ചെലവാണ് സാലറി. സാലറി കൊടുത്താലേ അവര് പണിയെടുക്കത്തുള്ളൂ. പക്ഷെ ഞാൻ എന്ത് ചെയ്തില്ല? സാലറി കൊടുത്തിട്ടില്ല. എൻ്റെ കയ്യിൽ അധികം പൈസ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ സാലറി കൊടുത്തില്ല. ഞാൻ സാലറി കൊടുക്കാഞ്ഞിട്ടും അവര് പണിയെടുത്തു, അതുകൊണ്ടാണ് എനിക്ക് റവന്യൂ കിട്ടിയത്. സാലറി കൊടുക്കേണ്ടതാണോ? കൊടുക്കേണ്ടതാണ്. അത് ഏത് വർഷത്തെ എക്സ്പെൻസാ? ഈ വർഷത്തെ എക്സ്പെൻസാ. ഈ വർഷത്തെ ആ എക്സ്പെൻസ് എന്തിനു വേണ്ടിയിട്ടാ ആകേണ്ടിയിരുന്നത്? ഇവർ ഏൺ ചെയ്ത റവന്യൂവിന് വേണ്ടിയിട്ടാ. അപ്പൊ ഞാൻ ഇനി അടുത്ത വർഷമേ ഈ പെൻഡിങ് സാലറി കൊടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. പക്ഷെ ഈ വർഷം തന്നെ ആ സാലറി ഞാൻ എക്സ്പെൻസ് ആയി കാണിക്കും. എന്തുകൊണ്ടാ? ആ സാലറി കൊടുക്കാൻ വേണ്ടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അവർ വർക്ക് ചെയ്തോണ്ടാ എനിക്ക് ഈ റവന്യൂ കിട്ടിയത്. ഈ വർഷത്തെ റവന്യൂവിന് ഏൺ ചെയ്യാൻ വേണ്ടി സഹായിച്ച എക്സ്പെൻസുകളെല്ലാം ഈ വർഷം തന്നെ കാണിച്ചിരിക്കണം. എന്നാലേ ഈ വർഷത്തെ റവന്യൂ, ഏൺ ചെയ്ത റവന്യൂ ഈ വർഷം ഇൻക്വയർ ചെയ്ത എക്സ്പെൻസുമായി മാച്ച് ചെയ്യത്തുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഈ വർഷം കൊടുക്കേണ്ടിയിരുന്ന ഒരു എക്സ്പെൻസ് ആണെങ്കിൽ, ഈ വർഷം ഉണ്ടായ ഒരു ചെലവാണെങ്കിൽ അത് നമ്മൾ പേ ചെയ്താലും പേ ചെയ്തില്ലേലും ഈ വർഷം തന്നെ കാണിക്കുക. അതുപോലെ ഈ വർഷം ഏൺ ചെയ്ത ഒരു ഇൻകം ആണെങ്കിൽ കിട്ടിയാലും കിട്ടിയില്ലേലും ഈ വർഷം തന്നെ കാണിക്കുക. എന്നാൽ മാത്രമേ ഈ വർഷത്തെ റവന്യൂ ഈ വർഷത്തെ എക്സ്പെൻസും തമ്മിൽ മാച്ച് ആകത്തുള്ളൂ. ഇങ്ങനെ മാച്ച് ആയാൽ മാത്രമേ ഈ വർഷത്തെ കറക്റ്റ് ലാഭം കറക്റ്റ് നഷ്ടം കിട്ടത്തുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഞാൻ സാലറി 2-3 മാസമായിട്ട് 2-3 വർഷമായിട്ട് കൊടുക്കുന്നില്ല.
2-3 വർഷം സാലറി കൊടുക്കാതെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്. അവരോട് ഞാൻ പറഞ്ഞത് 4-ാമത്തെ വർഷം എല്ലാം കൂടെ ചേർത്ത് തരാം, എക്സ്ട്രാ കുറച്ചുകൂടെ പൈസ തരാം. എന്റെ ഈ ഒരു പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് എന്നെ അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് എന്റെ കൂടെ നിന്ന് അവർ വർക്ക് ചെയ്യുന്നു. 1-ാമത്തെ വർഷം ഞാൻ കൊടുക്കേണ്ടുന്ന സാലറി ഒന്നും കാണിക്കുന്നില്ല എന്റെ അക്കൗണ്ട്സിൽ എന്ന് വിചാരിക്കുക. അപ്പൊ എന്റെ എക്സ്പെൻസ് അത്രയും കുറയത്തില്ലേ? 1-ാമത്തെ വർഷം നല്ല ലാഭമായിരിക്കും. കാരണം റവന്യൂ ഉണ്ട്, എക്സ്പെൻസ് നല്ല രീതിയിൽ കുറഞ്ഞു. കാരണം ഞാൻ സാലറി എന്ന എക്സ്പെൻസ് കാണിക്കുന്നില്ല. അപ്പം ആ ഒരു വർഷം കൂടുതൽ പ്രോഫിറ്റ് കാണപ്പെടും. 2-ാമത്തെ വർഷം ഇതുപോലെ കൂടുതൽ പ്രോഫിറ്റ് കാണപ്പെടും. 3-ാമത്തെ വർഷവും കൂടുതൽ പ്രോഫിറ്റ് കാണപ്പെടും. 4-ാമത്തെ വർഷം ഈ 3 വർഷത്തെയും കൂടെ ഒരുമിച്ചെടുത്ത് ഞാൻ കൊടുക്കുക. ഇതെല്ലാം കൂടെ 4-ാമത്തെ വർഷം എക്സ്പെൻസ് ആയി, സാലറി എക്സ്പെൻസ് ആയി കാണിച്ചാലോ ഒരുപാട് എക്സ്പെൻസ് ആവും. ആ വർഷത്തെ റവന്യൂവിനേക്കാളും കൂടുതൽ ചിലപ്പോൾ എക്സ്പെൻസ് ആവും. ആ വർഷം വലിയ നഷ്ടം റെക്കോർഡ് ചെയ്യും. നിങ്ങൾ തന്നെ ചിന്തിച്ചേ, 1-ാമത്തെ വർഷം ലാഭമായിരുന്നു. ആ ലാഭം ശരിക്കുള്ള ലാഭമാണോ? കാണിക്കേണ്ട ഒരു എക്സ്പെൻസ് കാണിക്കാഞ്ഞിട്ടല്ലേ അവിടെ ലാഭം ഉണ്ടായി. 2-ാമത്തെ വർഷവും ലാഭം വന്നു, കാണിക്കേണ്ട എക്സ്പെൻസ് കാണിക്കാഞ്ഞിട്ടല്ലേ. 3-ാമത്തെ വർഷവും ലാഭം വന്നത് കാണിക്കേണ്ട എക്സ്പെൻസ് കാണിക്കാഞ്ഞിട്ടാ. 4-ാമത്തെ വർഷം നഷ്ടം ഉണ്ടായി. ശരിക്കുള്ള നഷ്ടമാണോ? ഈ 3 വർഷത്തെയും കൂടെ എക്സ്പെൻസ് ഒരുമിച്ച് കാണിച്ചോണ്ട നഷ്ടം ഉണ്ടായി. അതുകൊണ്ടാണ് പറയുന്നത്, ഇങ്ങനെ കാണിക്കാൻ പോയാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് യൂസേഴ്സിന് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഒരു വർഷത്തെ ചെലവാണെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് പോയാലും ഇല്ലേലും ആ വർഷത്തേതാണെങ്കിൽ ആ വർഷം തന്നെ കാണിക്കുക. ക്ലിയർ ആണോ? ഈ വർഷം കൊടുക്കേണ്ട സാലറി ആണെങ്കിൽ കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ ഈ വർഷത്തെ ചെലവായി തന്നെ കാണിക്കുക. ഈ വർഷം കിട്ടേണ്ട ഒരു ഇൻകം ആണെങ്കിൽ കിട്ടിയാലും ഇല്ലേലും ഈ വർഷം തന്നെ അത് കാണിക്കുക. എന്നാലേ ആ വർഷത്തെ യഥാർത്ഥ ലാഭം അല്ലെങ്കിൽ യഥാർത്ഥ നഷ്ടം നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അക്കൗണ്ടിങ് റെക്കോർഡ്സ് തെറ്റിപ്പോവും, യൂസേഴ്സിന് റോങ് ഇൻഫർമേഷൻ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിളിലെ പ്രോഫിറ്റും ലോസും കണ്ടാണ് ഒരാൾ ഈ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ അയാൾ വിചാരിക്കും ആദ്യത്തെ 3 വർഷം നല്ല ലാഭം, 4-ാമത്തെ വർഷം വലിയ നഷ്ടം. അപ്പോൾ 3-ാമത്തെ വർഷം കഴിഞ്ഞ് ഇവർക്ക് എന്തോ വലിയ അബദ്ധം പറ്റിയെന്നായിരിക്കും അവർ ചിന്തിക്കുക. ക്ലിയർ ആണോ? പക്ഷെ അവർക്ക് ആ ഒരു ഇൻഫർമേഷൻ കിട്ടിയ തെറ്റല്ലേ? യെസ്. സോ അതാണ് മാച്ചിങ് കോൺസെപ്റ്റിന്റെ പ്രസക്തി. ഒരു വർഷത്തെ റവന്യൂ അത് ഏൺ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്ത കോസ്റ്റ് എക്സ്പെൻസും പ്രോപ്പറായി മാച്ച് ചെയ്താലേ ആ വർഷത്തെ കറക്റ്റ് ലാഭം കിട്ടൂ. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് റോങ് പിക്ചർ ആയിരിക്കും. ഇതാണ് മാച്ചിങ് കോൺസെപ്റ്റ്. ഒരു വർഷത്തെ റവന്യൂ ആ വർഷത്തെ എക്സ്പെൻസുമായി മാച്ച് ചെയ്യണം. The expense incurred in an accounting period should be matched with revenue during that period. അപ്പൊ കിട്ടിയോ ഇല്ലയോ എന്നല്ല നോക്കുന്നത്, ഒരു വർഷം ഇൻകർ ചെയ്ത, അതായത് ഒരു വർഷം നമുക്ക് ഉണ്ടായ ചെലവുകൾ, നമുക്ക് അത് കയ്യിൽ നിന്ന് കാശ് പോയാലും പോയില്ലെങ്കിലും ആ വർഷത്തെ ചെലവാണെങ്കിൽ ആ വർഷം തന്നെ റെക്കോർഡ് ചെയ്യും എക്സ്പെൻസ് എന്ന് പറഞ്ഞു. അതുപോലെ റവന്യൂ, ഒരു വർഷത്തെ റവന്യൂ ആണെങ്കിൽ കയ്യിലോട്ട് കാശ് വന്നാലും ഇല്ലെങ്കിലും ആ വർഷത്തെ വരുമാനമായി റെക്കോർഡ് ചെയ്യും. Clear? It follows from this that revenue and expenses, ഇത് important ആണ്, revenue and expenses incurred to earn these revenue must belong to the same accounting period. Clear ആണോ? റവന്യൂവും എക്സ്പെൻസും ആ പീരീഡിലെ തന്നെ ആയിരിക്കണം. ആ പീരീഡിലെ അല്ലാത്തൊരു റവന്യൂ നമുക്ക് വേണ്ട, ആ പീരീഡിലെ അല്ലാത്തൊരു എക്സ്പെൻസും നമുക്ക് വേണ്ട. വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇൻ അഡ്വാൻസ് കുറച്ച് പൈസ കിട്ടി, അഡ്വാൻസ് ആയിട്ട്. അടുത്ത വർഷത്തെ കിട്ടേണ്ട വരുമാനം ഈ വർഷമേ കിട്ടി. ഈ വർഷം ഞാൻ വരുമാനമായി കാണിക്കില്ല. കാരണം എന്താ? ഈ വർഷത്തത് മാത്രം ഈ വർഷം കാണിച്ചാൽ മതി, എന്നാലേ കറക്റ്റ് പ്രോഫിറ്റ് കിട്ടും. അടുത്ത വർഷം വരുമ്പോൾ കാണിക്കാം. നേരത്തെ കാശ് കിട്ടിയെന്ന് വിചാരിച്ച് ഞാൻ ഈ വർഷം കാണിക്കത്തില്ല. അതാ പറയുന്നത്, കാശ് കിട്ടിയോ ഇല്ലയോ എന്ന് ചിന്തിക്കണ്ട, ഈ വർഷത്തെ റവന്യൂവേ ഈ വർഷം കാണിക്കാവുള്ളൂ. കാശ് പോയോ ഇല്ലയോ എന്ന് ചിന്തിക്കണ്ട, ഈ വർഷത്തെ എക്സ്പെൻസ് ഈ വർഷം കാണിക്കാവുള്ളൂ. വേറെ ഒന്നും തന്നെ നമ്മളിവിടെ കാണിക്കത്തില്ല. ക്ലിയർ ആണോ? അതാണ് മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? ഓക്കെ. അടുത്തതാണ് ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്. ഈ ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് പറയുന്നത് എല്ലാ തരത്തിലുള്ള മെറ്റീരിയൽ ഫാക്ട്സും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. മെറ്റീരിയൽ ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊക്കെ ഫാക്ടുകളാണോ ഒരാളെ ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതിനെയൊക്കെയാണ് മെറ്റീരിയൽ ഫാക്ട്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാനൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇന്ന കാര്യങ്ങൾ കണ്ടിട്ടായിരിക്കണം, ഇന്ന കാര്യങ്ങൾ കണ്ടിട്ട് ഞാൻ ഒരു ഡിസിഷൻ എടുക്കുന്നെങ്കിൽ ആ കാര്യങ്ങളൊക്കെയാണ് മെറ്റീരിയൽ ആയിട്ടുള്ള ഫാക്ട്സ്. എല്ലാ തരത്തിലുള്ള മെറ്റീരിയൽ ഫാക്ട്സും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ പ്രോപ്പർ ഇൻഫർമേഷൻ യൂസേഴ്സിന് കിട്ടില്ല. അതാണ് അടുത്ത കോൺസെപ്റ്റ് അല്ലെങ്കിൽ അടുത്ത പ്രിൻസിപ്പിൾ, ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്. ദ പ്രിൻസിപ്പിൾ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ റിക്വയർ ദാറ്റ് all material and relevant facts concerning financial performance of an enterprise must be fully and completely disclosed in the financial statement and their accompanying footnotes. Financial statement il കാണിക്കുക, അല്ലാത്ത പക്ഷം അതിന്റെ താഴെ ഫുഡ് നോട്ട് ആയിട്ട് കാണിക്കുക. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമാണ് ഫുഡ് നോട്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമാണ് ഫുഡ് നോട്ട്. ഫുഡ് നോട്ട് എന്ന് താഴെ നോട്ട് ആയിട്ട് കാണിക്കും, ഇന്ന കാര്യങ്ങൾ നടന്നു. ഓക്കെ ആണോ? സോ അതിനെയാണ് ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ?
അത്രയേ ഉള്ളൂ ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്. എല്ലാ തരത്തിലുള്ള മെറ്റീരിയൽ ഫാക്ട്സും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം, ഒന്നും തന്നെ വിട്ടുപോകരുത്. This is to enable the users to make correct assessment about the profitability and financial soundness of the enterprise and help them to take informed decision. ഇങ്ങനെ കറക്റ്റ് ഇൻഫർമേഷൻ, എല്ലാ മെറ്റീരിയൽ ഫാക്ട്സോടുകൂടി ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്താലേ അവർക്ക് നല്ല ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ സാധിക്കൂ. ആർക്ക്? നമ്മുടെ യൂസേഴ്സിന്. അതാണ് ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത കോൺസെപ്റ്റ് ആണ് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്. കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് പറയുന്നത് ഒരു വർഷം നിങ്ങൾ ഒരു പെർട്ടിക്കുലർ മെത്തേഡോ പ്രൊസീജിയറോ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അക്കൗണ്ടിങ് ചെയ്തതെങ്കിൽ അത് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ ആണോ? ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ വർഷം ഡിപ്രീസിയേഷൻ, ഒരു സംഭവമാണ് ഡിപ്രീസിയേഷൻ കണ്ടെത്തിയത് ഇന്ന മെത്തേഡ് ഉപയോഗിച്ച, അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷവും ഈ മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. എന്നാലേ ഈ 2 വർഷത്തെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒരു പ്രാവശ്യം ഒരു മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തു, മറ്റേ പ്രാവശ്യം വേറെ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ കൺസിസ്റ്റൻസി ഇല്ലാതെയാവും. കൺസിസ്റ്റൻസി ഇല്ലാതായി കഴിഞ്ഞാൽ കമ്പയറബിലിറ്റി നഷ്ടപ്പെടും. കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കമ്പയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റും? എപ്പോഴും നമ്മൾ നോക്കുന്നത് അങ്ങനല്ലേ, എനിക്ക് പുരോഗതി ഉണ്ടായോ? എങ്ങനെ പുരോഗതി ഉണ്ടായോ നോക്കുന്നത്? എന്റെ നേരത്തെ പെർഫോമൻസിനെക്കാളും എന്റെ പെർഫോമൻസ് കൂടിയോ കുറഞ്ഞോ അല്ലെ? അപ്പൊ നേരത്തെ പെർഫോമൻസ് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റണം. നേരത്തെ പെർഫോമൻസ് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റണമെങ്കിൽ ഇന്ന് ഞാൻ എന്റെ പെർഫോമൻസ് ഏത് അളവ് പോലും വെച്ച് അളന്നോ അതേ അളവ് പോലെ വെച്ചായിരിക്കണം നേരത്തെ എന്റെ പെർഫോമൻസും ഞാൻ അളന്നിരുന്നത്. ക്ലിയർ ആണോ? എന്നാലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? കമ്പയർ ചെയ്യാനായി പറ്റൂ. അതുകൊണ്ടാണ് പറയുന്നത് അക്കൗണ്ടിങ് മെത്തേഡ്സും പ്രൊസീജിയേഴ്സും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യണം. നമ്മൾ ഏതാണോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പല മെത്തേഡ്സ് ഉണ്ട്, അത് തന്നെ ഉപയോഗിച്ചു വരിക. ഇടയ്ക്ക് വെച്ച് മാറ്റരുത്, കഴിവതും മാറ്റാതെ ഇരിക്കുക, എന്നാലേ കൺസിസ്റ്റൻസി ഉണ്ടാവും. ഇനി മാറ്റിയേ പറ്റുള്ളൂ എന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റില്ല എന്നൊന്നുമില്ല, മാറ്റാൻ പറ്റും. പക്ഷെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഡിസ്ക്ലോസ് ചെയ്യണം. ഫുൾ ഡിസ്ക്ലോഷർ, എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും ഡിസ്ക്ലോസ് ചെയ്യണം. നിങ്ങൾ അത് ഡിസ്ക്ലോസ് ചെയ്യണം. ഇന്ന മെത്തേഡ് ആയിരുന്നു ഇതുവരെ യൂസ് ചെയ്തത്, ഈ വർഷം തൊട്ട് വേറെ മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ വേറെ മെത്തേഡ് ഉപയോഗിച്ചത് കൊണ്ട് ഇന്ന വ്യത്യാസം അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ വരും എന്ന് വ്യക്തമായി ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ ആണോ? അതായത് മെത്തേഡ് മാറിയെന്നും മെത്തേഡ് മാറിയത് കൊണ്ട് ഇന്ന എഫക്ട്സ് വരും എന്നും പ്രോപ്പറായി ഡിസ്ക്ലോസ് ചെയ്യണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഫൈനും കാര്യങ്ങളും ഒക്കെ വരും, കാരണം ഫുൾ ഡിസ്ക്ലോഷർ നടത്താത്തത് കൊണ്ട്. ക്ലിയർ ആണോ? അതാണ് എന്ത് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് മെത്തേഡ്സും ബാക്കി കാര്യങ്ങളും ഒക്കെ കൺസിസ്റ്റന്റ് ആയി തന്നെ ഫോളോ ചെയ്യുക. The accounting information provided by financial statement would be useful in drawing conclusion regarding the working of an enterprise only when it allow comparison over a period of time as well as with the working of other enterprise. Comparison ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡ്സ് കൊണ്ട് ഒരു ഗുണവുമില്ല. കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ഇന്റർ ഫേം കമ്പാരിസൺ നടത്താൻ പറ്റണം, അതുപോലെ തന്നെ ഇൻട്രാ ഫേം കമ്പാരിസണും. രണ്ടും ഇവിടെ തെറ്റിപ്പോയ, ഒന്ന് ഇന്റർ ഫേമും അതുപോലെ ഇൻട്രാ ഫേം കമ്പാരിസൺ. ക്ലിയർ ആണോ? ഇന്റർ ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റണം. ഓക്കെ ആണോ? അപ്പൊ ഫേം എ, ഫേം ബി, ഫേം എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സെയിം മെത്തേഡ്സ്, സെയിം രീതിയിലാണ് ഫേം ബിയും പ്രിപ്പയർ, എന്നാൽ മാത്രമേ അവരുടെ രണ്ടുപേരുടെയും കമ്പാരിസൺ ചെയ്യാൻ പറ്റൂ. ക്ലിയർ ആണോ? അതുപോലെയാണ് ഇൻട്രാ ഫേം. എന്റെ ഈ വർഷത്തെ പെർഫോമൻസ് എന്റെ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ ഞാൻ ത്രൂ ഔട്ട് ദ ഇയർ കൺസിസ്റ്റന്റ് ആയിട്ടായിരിക്കണം മെത്തേഡ്സ് ഫോളോ ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെ ചെയ്യണമെങ്കിൽ this can be possible only when accounting policies and practices followed by enterprises are uniform and are consistent over the period of time. അപ്പൊ യൂണിഫോം ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് അക്കൗണ്ടിങ് പോളിസീസും പ്രാക്ടീസസും ഫോളോ ചെയ്താൽ മാത്രമേ ഈ രീതിയിൽ കമ്പാരബിലിറ്റി ഉറപ്പുവരുത്താൻ സാധിക്കൂ. ക്ലിയർ ആണോ? ഇതിനു വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉള്ളത്, ഇതിനു വേണ്ടിയിട്ടാണ് IFRS ഉള്ളത്, ഇതിനു വേണ്ടിയിട്ടാണ് ഗ്യാപ്പ് ഉള്ളത്. ക്ലിയർ ആണോ? ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, ഗ്യാപ്പ്. US കമ്പനികൾ ഫോളോ ചെയ്യാനുള്ള ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് ഇതുപോലത്തെ പ്രിൻസിപ്പിൾസ്. അപ്പൊ US കമ്പനികളൊക്കെ അത് ഫോളോ ചെയ്തായിരിക്കും ചെയ്യുന്നത്. സോ US കമ്പനികൾ പരസ്പരം കമ്പയർ ചെയ്യാം, ഒരു കമ്പനിക്ക് അവരുടെ പല കാലങ്ങളിലെ റെക്കോർഡ്സും കമ്പയർ ചെയ്യാം, കാരണം ഗ്യാപ്പ് ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ IFRS, മറ്റ് രാജ്യങ്ങളെ ഗ്ലോബലി കമ്പനീസ് എല്ലാം ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സ് IFRS, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ക്ലിയർ ആണോ? IFRS ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിനെ IND-AS എന്ന് വിളിക്കും, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. IFRS ഇന്ത്യയിലേക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്താണ്. സെയിം തന്നെയാണ്, കണ്ടന്റ് എല്ലാം സെയിം, നമ്പറിംഗ് മാത്രം വ്യത്യാസം, പിന്നെ ചില അഡീഷൻസും ഉണ്ട്, അത്രേ ഉള്ളൂ. സോ ഇതൊക്കെ എന്താ സ്റ്റാൻഡേർഡ്സ്. അപ്പൊ എന്ത് എൻഷുർ ചെയ്യും? കമ്പാരബിലിറ്റി എൻഷുർ ചെയ്യും. അതാണ് ഈ കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് പറയുന്നത്. കൺസിസ്റ്റന്റ് ആയി ഫോളോ ചെയ്യുക.
ക്ലിയർ ആണോ? അതാണ് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്. ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ നമുക്ക് സിലബസിലുണ്ട്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു പോർഷൻ വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യും. ഓക്കെ അല്ലേ? മനസ്സിലായോ കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്? ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ സാർ. ഓക്കെ. അടുത്തതാണ് കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ. കൺസർവേറ്റിസം പ്രിൻസിപ്പിളിനെ നമുക്ക് പ്രൂഡൻസ് പ്രിൻസിപ്പിൾ എന്നും പറയാം, അല്ലെങ്കിൽ കൺസർവേറ്റിസം കോൺസെപ്റ്റ് എന്ന് പറയാം. പ്രൂഡൻസ് എന്ന് പറഞ്ഞാൽ വിവേകം. കൺസർവേറ്റിസം പറയുന്നത് നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ, സാധ്യതയുണ്ടെങ്കിൽ ആ നഷ്ടത്തിന് വേണ്ടി നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. അതായത് പ്രൊവിഷനോ റിസർവോ ഒക്കെ മാറ്റി വെക്കണം, കരുതൽ ധനമോ എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കണം, അത് വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യുന്നതിന് വേണ്ടി. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾക്കൊരു ലാഭം ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ടെങ്കിൽ ലാഭം ഉണ്ടായതിനു ശേഷം മാത്രം കാണിച്ചാൽ മതി. അതാണ് വിവേകത്തോടെയുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ ഒരു നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനു വേണ്ടി ഇപ്പഴേ കരുതി വെച്ചേക്കുക. അപ്പൊ നഷ്ടം ഉണ്ടാകുമ്പോൾ നമുക്ക് വലിയ ബേർഡൻ ഉണ്ടാകത്തില്ല, ഓൾറെഡി കുറച്ച് കരുതൽ ധനവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ഇനി ഒരു ലാഭം ഉണ്ടാകാൻ പോകുന്നെങ്കിൽ ലാഭം ഉണ്ടായതിനു ശേഷം മാത്രം നിങ്ങൾ ലാഭം കാണിച്ചാൽ മതി. ഓക്കെ ആണോ? അതാണ് പ്രൂഡൻസ് പ്രിൻസിപ്പിൾ. ഓക്കെ അല്ലേ? അപ്പൊ ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രോപ്പറായി ഡിസ്ക്ലോസ് ചെയ്തിരിക്കും. ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നുണ്ട്, അതിനുവേണ്ടി പ്രൊവിഷൻ നമ്മൾ മാറ്റിവെക്കും, അല്ലെങ്കിൽ റിസർവ് നമ്മൾ മാറ്റിവെക്കും. വരാൻ പോകുന്ന നഷ്ടം ഓൾറെഡി നമുക്ക് അറിയാമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പ്രൊവിഷൻ മാറ്റിവെക്കും. ഇനി ഓൾറെഡി നമുക്ക് അറിയത്തൊന്നുമില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിസർവ് ആയിട്ട് മാറ്റിവെക്കും. റിസർവ് എന്ന് പറയുന്നത് ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഫ്രം പ്രോഫിറ്റും, പ്രൊവിഷൻ എന്ന് പറയുന്നത് എന്താ പറയുന്നത്? ഇറ്റ്സ് എ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റും ആണ്. അത് നമുക്ക് പിന്നീട് ആ ഒരു കേസസ് ഒക്കെ വരുമ്പോൾ ഡീറ്റെയിൽഡ് ആയി പഠിക്കാം. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിനകത്തു നിന്ന് വക മാറ്റുന്നതിനെ റിസർവ് എന്ന് വിളിക്കുക കേട്ടോ. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് വക മാറ്റുന്നു. പ്രോഫിറ്റ് ഉണ്ടേലും ഇല്ലേലും നമുക്കറിയാം ഇന്ന ഒരു പ്രശ്നം വരും, അതുകൊണ്ട് നമ്മൾ കുറച്ച് പൈസ മാറ്റി വെക്കുന്നു. അതിനെയാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. വി ആർ പ്രൊവൈഡിങ് ഫോർ സംതിങ്. ഓക്കെ ആണോ? യെസ്. അപ്പൊ പ്രൊവിഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള പ്രോഫിറ്റ് കുറയും. കാരണം പ്രോഫിറ്റ് ഉണ്ടേലും ഇല്ലേലും നമ്മളത് മാറ്റിവെക്കും. പ്രോഫിറ്റ് ഉണ്ടേ മാത്രമേ റിസർവ് മാറ്റി വെക്കത്തുള്ളൂ. പ്രോഫിറ്റിൽ നിന്ന് വക മാറ്റി, പ്രോഫിറ്റിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ചെയ്ത് മാറ്റിവെക്കും. ഓക്കെ ആണോ? സോ അതാണ് പ്രൊവിഷൻ, റിസർവ്. ഇതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കൺസർവേറ്റിസം കോൺസെപ്റ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു നഷ്ടം മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ, നഷ്ടം ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ അതിനൊരു സാധ്യത കണ്ടു കഴിഞ്ഞാൽ അതിനു വേണ്ടി പ്രോപ്പറായി പ്രൊവൈഡ് ചെയ്ത് മാറ്റിവെക്കുക, റിസർവും പ്രൊവിഷനും ഒക്കെ ആയിട്ട് മാറ്റിവെക്കുക. ഒരു ലാഭം മുന്നിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് വന്നതിന് ശേഷം മാത്രം അതിനെ റെക്കോർഡ് ചെയ്യുക. അതാണ് കൺസർവേറ്റിസം കോൺസെപ്റ്റ്. ദ കോൺസെപ്റ്റ് ഓഫ് കൺസർവേറ്റിസം റിക്വയർ ദാറ്റ് പ്രോഫിറ്റ് should not be recorded until realized. പ്രോഫിറ്റ് കിട്ടിയാൽ മാത്രം എഴുതുക, കിട്ടുന്ന വരെ അത് എഴുതണ്ട. ബട്ട് ഓൾ ലോസസ്, ഈവൻ ദോസ് വിച്ച് മേ ഹാവ് എ റിമോട്ട് പോസിബിലിറ്റി, ഒരു ചെറിയ സാധ്യതയേ ഉള്ളൂ ലോസ് ഉണ്ടാകാൻ, എന്നാൽ പോലും ആർ ടു ബി പ്രൊവൈഡഡ് ഫോർ. പ്രൊവൈഡഡ് ഫോർ മീൻസ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം, ഓർ റിസർവ് ക്രിയേറ്റ് ചെയ്യണം ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ പ്രോപ്പറായി അത് ക്രിയേറ്റ് ചെയ്യണം. ക്ലിയർ ആണോ? അതാണ് കൺസർവേറ്റിസം കോൺസെപ്റ്റ്. മനസ്സിലായോ? അടുത്തതാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്താൽ മതി. ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. 1 രൂപയുടെ ഒരു സ്പെൻഡിങ് വന്നു, ഓക്കെ, 1 രൂപയുടെ സ്പെൻഡിങ്, അല്ലെങ്കിൽ 2 രൂപയുടെ ഒരു ചെറിയ ചെലവ് വന്നു, അത് റെക്കോർഡ് ചെയ്തതിലും കുഴപ്പമില്ല. 1 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് വൈസ് വളരെ സ്മോൾ എമൗണ്ട് ആണ്. അതൊരിക്കലും ഫിനാൻഷ്യൽ റിസൾട്ടിനെ അല്ലെങ്കിൽ അസസ്മെന്റിനെ, ജഡ്ജ്മെന്റിനെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല 1 രൂപയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ. സോ അത് ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. കാരണം എന്താ? ഇങ്ങനത്തെ ചെറിയ ചെറിയ എക്സ്പെൻസുകൾ നോക്കിപ്പോയി നമ്മളുടെ എനർജി കളയണ്ട. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എനർജി സ്പെൻഡ് ചെയ്യുക. മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുക. ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യുക. ഇത് ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ദേ ആർ ഇമ്മെറ്റീരിയൽ, ദേ ആർ നോട്ട് ഇമ്പോർട്ടന്റ് ഇൻ ടേംസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അതാണല്ലോ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏതൊരു സംഭവമാണോ ഡിസിഷൻ മേക്കിങ്ങിനെ അഫക്ട് ചെയ്യുന്നത്, ദാറ്റ് ഇസ് എ മെറ്റീരിയൽ ഫാക്ട്. സോ ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ഫാക്ട്സ് യു ക്യാൻ അവോയ്ഡ് ഓർ യു ക്യാൻ ഇഗ്നോർ. കാരണം എന്താ? ദേ ആർ ഇമ്മെറ്റീരിയൽ. സോ ഓൺലി മെറ്റീരിയൽ ഫാക്ട്സ് ആൻഡ് മെറ്റീരിയൽ ഇൻഫർമേഷൻ ആർ ടു ബി ഇൻക്ലൂഡഡ് ഇൻ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്. അത് മാത്രം നമ്മൾ അക്കൗണ്ടിംഗ് റെക്കോർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഓൾ ഇമ്മെറ്റീരിയൽ ഫാക്ട്സ് ക്യാൻ ബി ഇഗ്നോർഡ്. അതാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് പറയുന്നത്. ദ കോൺസെപ്റ്റ് ഓഫ് മെറ്റീരിയാലിറ്റി റിക്വയർ ദാറ്റ് അക്കൗണ്ടിംഗ് ഷുഡ് നോട്ട് ഫോക്കസ് ഓൺ അക്കൗണ്ടിംഗ് ഷുഡ് ഫോക്കസ് ഓൺ മെറ്റീരിയൽ ഫാക്ട്സ്. അക്കൗണ്ടിംഗ് ഏതിലായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്? മെറ്റീരിയൽ ഫാക്ട്സിലായിരിക്കണം, ഇമ്പോർട്ടന്റ് ഫാക്ട്സിലായിരിക്കണം, ഫാക്ട്സ് വിച്ച് അഫക്ട് ഡിസിഷൻ മേക്കിംഗ്. Efforts should not be wasted in recording and presenting facts which are immaterial in the determination of income. ക്ലിയർ ആണോ? ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ഫാക്ട്സ് റെക്കോർഡ് ചെയ്യുന്നതിനും പ്രസന്റ് ചെയ്യുന്നതിനും നമ്മളുടെ എനർജി വേസ്റ്റ് ചെയ്യരുത്, എഫേർട്ട് വേസ്റ്റ് ചെയ്യരുത്. മെറ്റീരിയൽ ഫാക്ട്സിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പൊ ഏതാണ് മെറ്റീരിയൽ ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, the materiality of fact depend on its nature and the amount involved.
അതിന്റെ നേച്ചർ, അതുപോലെ എത്രയാണ് അതിന്റെ എമൗണ്ട് ഇൻവോൾവ്. ക്ലിയർ ആണോ? അതാ ഞാൻ നേരത്തെ പറഞ്ഞു, 1 രൂപയുടെ ഒക്കെ ഒരു എക്സ്പെൻസ് ആണെങ്കിൽ യു ക്യാൻ ഇഗ്നോർ ദം, ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ. Any fact would be considered as immaterial if it is reasonably believed that its knowledge would influence the decision of informed users of financial statement. ഇപ്പോൾ ഒരു ഫാക്ട് മെറ്റീരിയൽ ആണെന്ന് എപ്പോഴാണ് നമ്മൾ പറയുന്നത്? ആ ഒരു ഫാക്ട് അറിയുന്നത് വഴി ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ ദാറ്റ് ഈസ് മെറ്റീരിയൽ ഫാക്ട്. ആ ഒരു ഫാക്ട് ഡിസ്ക്ലോസ് ചെയ്താലും അത് ഡിസിഷൻ മേക്കിങ്ങിനെ യാതൊരു രീതിയിലും ബാധിക്കുന്നില്ലെങ്കിൽ ദാറ്റ് ഇസ് എ ഇൻമെറ്റീരിയൽ ഫാക്ട്. ഇൻമെറ്റീരിയൽ ഫാക്ട്സ് റെക്കോർഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതിനുവേണ്ടി എഫേർട്സ് കളയേണ്ട. മെറ്റീരിയൽ ഫാക്ട്സിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ദാറ്റ് ഈസ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. ഇല്ല. ഓക്കെ. അടുത്തതാണ് ഒബ്ജക്ടിവിറ്റി കോൺസെപ്റ്റ്. ഒബ്ജക്ടിവിറ്റി കോൺസെപ്റ്റ് ക്ലിയർ ആണോ? യെസ്. പറയുന്നത് ഇത്രയേ ഉള്ളൂ. അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ഒബ്ജക്റ്റീവ് മാനറിലായിരിക്കണം റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത്. ക്ലിയർ ആണോ? ഒബ്ജക്റ്റീവ് മാനർ, അതായത് ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ദ ബയസ് ഓഫ് അക്കൗണ്ടന്റ്സ് ആൻഡ് അതേഴ്സ്. ക്ലിയർ ആണോ? ഫ്രീ ഫ്രം ദ ബയസ് ഓഫ് അക്കൗണ്ടന്റ്സ് ആൻഡ് അതേഴ്സ്. ഒരു എക്സാമ്പിൾ പറയാം. ബിസിനസ്സിൽ ഒരു പർച്ചേസ് നടന്നു. ഓക്കെ, അക്കൗണ്ടന്റ് പറയുകയാണ് ഈ പർച്ചേസ് ഒരു 10,000 രൂപയുടേതാണ് എന്ന് പറഞ്ഞ അക്കൗണ്ടന്റ് 10,000 രൂപയ്ക്ക് അങ്ങ് റെക്കോർഡ് ചെയ്തു. ഓക്കെ ആണോ? അവിടെ എന്ത് വന്നു? അക്കൗണ്ടന്റിന്റെ പേഴ്സണൽ ബയാസ് വന്നു. അയാൾക്ക് തോന്നുന്നു അത് 10,000 രൂപയുടെ പർച്ചേസ് ആണ്, അയാൾ 10,000 രൂപയ്ക്ക് റെക്കോർഡ് ചെയ്തു. ഇങ്ങനെ റെക്കോർഡ് ചെയ്യരുത് ഒരിക്കലും. ആ അക്കൗണ്ടന്റിന്റെ ബയാസ്, പേഴ്സണൽ ബയാസ് അക്കൗണ്ടിങ്ങിനെ ബാധിക്കരുത്. അങ്ങനെ ബാധിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഓരോ ട്രാൻസാക്ഷനും വെരിഫൈ ചെയ്യുന്നതിന് ഡോക്യുമെന്റ് വേണം. അങ്ങനെയാണെങ്കിൽ അക്കൗണ്ടന്റിന്റെ പേഴ്സണൽ ജഡ്ജ്മെന്റ് ആയിരിക്കത്തില്ല, ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്ന ഫിഗർ ആയിരിക്കും അവൻ എഴുതേണ്ടത്. ക്ലിയർ ആണോ? അതാണ് ഒബ്ജക്ടിവിറ്റി പ്രിൻസിപ്പിൾ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷന്റെയും പുറകിൽ ഒരു സോഴ്സ് ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം. ഓരോ ട്രാൻസാക്ഷനും വേരിഫയബിൾ ആയിരിക്കണം. ഓരോ ട്രാൻസാക്ഷനും വേരിഫൈ ചെയ്യാൻ പ്രോപ്പർ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ ഉറപ്പുവരുത്താം അക്കൗണ്ടന്റിന്റെ പേഴ്സണൽ ബയസ് അക്കൗണ്ടിങ്ങിനെ ബാധിച്ചിട്ടില്ല എന്ന്. ക്ലിയർ ആണോ? അതാണ് ഒബ്ജക്ടിവിറ്റി പ്രിൻസിപ്പിൾ. അപ്പൊ ഒബ്ജക്ടിവിറ്റി പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം: അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഒബ്ജക്റ്റീവ് മാനറിൽ റെക്കോർഡ് ചെയ്യപ്പെടണം. അക്കൗണ്ടന്റിന്റെ ബയാസ് ഒന്നും അതിനെ ബാധിക്കാൻ പാടില്ല. അക്കൗണ്ടന്റിന്റെ ബയാസ് ബാധിക്കാതിരിക്കണമെങ്കിൽ ഈച്ച് ഓഫ് ദ ട്രാൻസാക്ഷൻ ഇസ് സപ്പോർട്ടഡ് ബൈ വെരിഫയബിൾ ഡോക്യുമെന്റ്സ് ഓർ വൗച്ചേഴ്സ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് വെച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. വൗച്ചേഴ്സ് എന്താണ് നമ്മൾ ടേംസ് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു? സോഴ്സ് ഡോക്യുമെന്റ് ആണ്. ഡോക്യുമെന്റ് വിച്ച് ആർ യൂസ് ടു വെരിഫൈ എ ട്രാൻസാക്ഷൻ. ക്ലിയർ ആണോ? എക്സാമ്പിൾ പറയുന്നുണ്ട്: ദ ട്രാൻസാക്ഷൻ ഫോർ ദ പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ് മേ ബി സപ്പോർട്ടഡ് ബൈ ക്യാഷ് റിസീറ്റ് ഫോർ ദ മണി പെയ്ഡ്. അല്ലെങ്കിൽ അക്കൗണ്ടന്റ് പറയും ഇത്രയാണ് പൈസ പേ ചെയ്തത്. അക്കൗണ്ടന്റ് കാശ് മുക്കാൻ പറ്റും, അക്കൗണ്ടിന്റെ പേഴ്സണൽ ബയസ് അവിടെ വരുന്നത് കൊണ്ട്. ഓക്കെ ആണോ? ഇഫ് ദ സെയിം ഈസ് പർച്ചേസ്ഡ് ഓൺ ക്യാഷ് or copy of invoice and delivery chellan if the same is purchased on credit. ക്രെഡിറ്റിലാണെങ്കിൽ ഡെലിവറി ചെല്ലാനും ഒക്കെ കിട്ടും, ക്യാഷിനാണെങ്കിൽ റെസീറ്റും കാര്യങ്ങളും ഒക്കെ കിട്ടും. എന്താണെങ്കിലും അതാണ് വൗച്ചർ, അതാണ് സോഴ്സ് ഡോക്യുമെന്റ്. അതിന്റെ ബേസിസിൽ ആ ട്രാൻസാക്ഷനെ വെരിഫൈ ചെയ്യാൻ സാധിക്കും. അങ്ങനെ വേണം ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ. അപ്പോൾ അക്കൗണ്ടന്റിന്റെ ബയസ് ഒന്നും അവിടെ കാണില്ല. സോ ഒബ്ജക്ടിവിറ്റി നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണോ? അതാണ് ഒബ്ജക്ടിവിറ്റി കോൺസെപ്റ്റ് എന്ന് പറയും. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായോ? ഡൗട്ട് ഇല്ലല്ലോ? ഏതെങ്കിലും കോൺസെപ്റ്റ് ഒന്നുകൂടെ പറയേണ്ടതായിട്ടുണ്ടോ? ഓക്കെ അല്ലേ? സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ്? പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളാണ്. ഇവയെ നമുക്ക് അക്കൗണ്ടിങ് അസംഷൻസ് അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കാം? പ്രിൻസിപ്പിൾസ് എന്നും ഒക്കെ വിളിക്കാം. ക്ലിയർ ആണോ? യെസ്. പ്രധാനപ്പെട്ട ഏതൊക്കെയായിരുന്നു? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, മണി മെഷർമെന്റ്, ഗോയിങ് കൺസേൺ, അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്, കോസ്റ്റ് കോൺസെപ്റ്റ്, ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ, റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റ്, റിയലൈസേഷൻ കോൺസെപ്റ്റ്, മാച്ചിങ് കോൺസെപ്റ്റ്, ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്, കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്, കൺസർവേറ്റിസം, മെറ്റീരിയാലിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി കോൺസെപ്റ്റ്. ഇത്രയും പറഞ്ഞ പോർഷൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.